വെൽക്കം ടു O3 മാത്സ്. ഇറ്റ്സ് മീ നബീൽ. ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻസ് എന്നുള്ള സെക്കൻഡ് ചാപ്റ്റർ ആണ് നമ്മൾ ഇനി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ട്രിഗണോമെട്രി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ചെറിയൊരു ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ഓക്കെ, അതെന്താണ്? നമ്മൾ 10ാം ക്ലാസ്സിലാണ് ആദ്യം ട്രിഗണോമെട്രി പരിചയപ്പെട്ടത്. വളരെ സൂപ്പർ ആയിരുന്നു അല്ലേ? നമ്മളൊരു ഫ്രണ്ടാണ്, കാരണം ഒരു യൂസർ ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ കൊണ്ടുവരുന്ന ഒരു ചാപ്റ്റർ ആയിരുന്നു ട്രിഗണോമെട്രിയും, അതുപോലെ തന്നെ അതിൻ്റെ അപ്ലിക്കേഷൻസ് വരുന്ന ചാപ്റ്ററും അല്ലേ? കാരണം എന്താ, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളോട് പഠിച്ചു. ഏറ്റവും ബേസിക് സൈൻ എന്താ, കോസ് എന്താ, ടാൻ എന്താ, കൊസീക്ക്, റെസിപ്രോക്കല്, കുറച്ച് ഐഡന്റിറ്റീസ്, അതിന്റെ അപ്ലിക്കേഷൻസ് വളരെ സിമ്പിൾ ആയിരുന്നു. പക്ഷെ +1 എത്തി കഴിഞ്ഞപ്പോൾ നമുക്ക് ട്രിഗണോമെട്രി ആയിട്ട് ചെറിയൊരു പിണക്കം വന്നു അല്ലേ? കാരണം എന്താ, കുറച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പഠിക്കേണ്ടി വന്നു. ഐഡന്റിറ്റീസ് കുറച്ച് കൂടി, നമ്പർ ഓഫ് ഐഡന്റിറ്റീസ് കുറച്ച് കൂടുതൽ വന്നു, ഒരുപാട് ടേംസ് വന്നു, ആകെ പ്ലസ് മൈനസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ചൊരു തലവേദന ഉണ്ടാക്കി അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ ഇൻവേഴ്സ് എന്ന് കേൾക്കുമ്പോൾ ഇനി ആരും മുഖം ചൊളിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അത്ര തന്നെ പഠിക്കാനില്ല. വെയിറ്റേജ് കമ്പാരിറ്റീവ്ലി കുറഞ്ഞതാണ് എങ്കിലും ഈ ട്രിഗണോമെട്രി നമുക്ക് കൈവിടാൻ പറ്റില്ല. കാരണം എന്താ, നമുക്ക് കാൽക്കുലസ് എന്നുള്ളൊരു പോർഷൻസ് ഉണ്ട്. അതായത് ഇനിയുള്ള മാത്സിന്റെ ഏറ്റവും എന്താ പറയുക, ഹാർട്ട് അല്ല തലച്ചോറ്, അതാണ് കാൽക്കുലസ്. അതിൽ ഏതൊക്കെ വരുന്നത്? ഇന്റഗ്രേഷൻ, ഡിഫറൻസിയേഷൻ, അപ്ലിക്കേഷൻസ് വരുന്നുണ്ട് അതിന്റെ, പിന്നെ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. ഈ ചാപ്റ്ററിലൊക്കെ നമുക്ക് എന്ത് വേണം? ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസ് തലങ്ങും വിലങ്ങും നമുക്ക് അപ്ലൈ ചെയ്യാനുണ്ട്. ഓക്കെ, ഇൻവേഴ്സിലും കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഒക്കെ ഒരു എന്താ പറയുക, ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ നമ്മൾ ഇതിനെ കീപ്പ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഈ ഇൻവേഴ്സ് എന്നുള്ള ചാപ്റ്ററിൽ ട്രിഗണോമെട്രി എപ്പോഴാണ് ട്രിഗണോമെട്രി ഫംഗ്ഷൻ എങ്ങനെയാണ് ഇൻവേഴ്സ് ആവുക, ഓക്കെ, അതിൻ്റെ ഗ്രാഫാണ് നമുക്ക് മെയിനായിട്ട് ഇതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് ഫസ്റ്റ് ടോപ്പിക്കിൽ. അപ്പോൾ എങ്ങനെയാണ് ഇൻവേഴ്സിൻ്റെ ഗ്രാഫ് നമുക്ക് പ്ലോട്ട് ചെയ്യുക, ഓരോ ഫംഗ്ഷൻ്റെയും നമുക്ക് വരച്ചെടുക്കണം. ഓക്കെ, അതിലുള്ള ഡൊമൈന്, റേഞ്ച്, കാര്യങ്ങൾ ഒക്കെ എങ്ങനെയാണ് വരുന്നത്, എപ്പോഴാണ് ഒരു ഫംഗ്ഷൻ ഇൻവേഴ്സ് ആവുക, ഇൻവേർട്ടിബിൾ ആവുക എന്നുള്ളതും, അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ബൈജക്റ്റീവ് എന്ന് പഠിച്ചു. ബൈജക്റ്റീവ് കണക്ട് ചെയ്ത് കൊണ്ടുവരുന്ന ടേംസ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വളരെ കുറച്ച് കാര്യങ്ങൾ എന്തുള്ളൂ നമുക്ക് ഈ ഒരു ചാപ്റ്ററിലുള്ളൂ. മെയിനായിട്ട് രണ്ട് ടോപ്പിക് എന്ന് പറയാം. ഒരുപാട് കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നു, പക്ഷേ ഒരുപാട് കാര്യങ്ങൾ ഡിലീറ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോബ്ലംസ് ഓരോന്ന് മാക്സിമം പ്രോബ്ലംസ് ചെയ്യുക. വളരെ കുറച്ച് പ്രോബ്ലംസേ ഉള്ളൂ. എക്സാമ്പിൾ, എക്സസൈസ്, ക്വസ്റ്റ്യൻസ്. നമ്മൾ ബോർഡ് എക്സാം, CBSE, സ്റ്റേറ്റ്, പബ്ലിക് എക്സാമിനൊക്കെ ഒരു മൾട്ടിപ്പിൾ ചോയ്സ് എന്തായാലും സ്ഥിരമായിട്ട് ഇതിൽ നിന്ന് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ മാക്സിമം ഒരു 2 മാർക്ക് വരെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് പോവാം. എന്തായാലും ഉഷാറായിട്ട് എന്ത് ചെയ്യുക, അടിപൊളിയായിട്ട് നമുക്ക് പഠിച്ചെടുക്കാം. ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് എന്നുള്ള ചാപ്റ്ററിൽ നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാനുള്ളത് എന്താണ് ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻ. ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻ എന്നുള്ളത് നമ്മൾ എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടാവും. ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻ എപ്പോഴാണ് ഒരു ഫംഗ്ഷൻ ഇൻവേർട്ടിബിൾ ആവുക എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ അവസാന ടോപ്പിക്കിൽ കുറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? എപ്പോഴാണ് ഒരു ഫംഗ്ഷൻ ഇൻവേർട്ടിബിൾ ആവണം എന്നുണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ എന്താവണം? ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണ്. ആ ഫംഗ്ഷൻ ബൈജക്റ്റീവ് ആവണം എന്നുണ്ടെങ്കിൽ എന്താവണം? 1 ആവണം, ഓൺ 2 ആണ്. എന്താണ് നമ്മളിപ്പോൾ ഈ പറയുന്നത്? എന്താണ് റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ ഫംഗ്ഷൻ 1 എന്താണ്, ഓൺ 2 എന്താണെന്നുള്ള പഠിച്ചു അല്ലേ? എന്താണ് 1 ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 1 ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് നമ്മളൊരു ഫംഗ്ഷനെ 1 എന്ന് പറയാം? ഓക്കെ, 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ട് സെറ്റിൽ ഫസ്റ്റ് സെറ്റിലുള്ള ഡൊമൈനിലുള്ള ഓരോ എലിമെന്റിനും എന്ത് ഡിസ്റ്റിങ്ക്റ്റ് അല്ലെങ്കിൽ യുണീക്ക് ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് ഇമേജ് നമുക്ക് കോഡൊമൈനിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെന്ത് പറയാം? 1 ഫംഗ്ഷൻ എന്ന് പറയാം. കോഡൊമൈനിലുള്ള ഓരോ എലിമെന്റിനും 1 ആൻഡ് ഓൺലി ഇമേജ്, പ്രീ ഇമേജ് ഡൊമൈനിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ ഓൺ 2 എന്ന് പറയാം. ഈ നമ്മളെ കയ്യിലുള്ള ഫംഗ്ഷൻ അത് 1 ആണ്, ഓൺ 2 ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് അതിനെന്ത് പറയാം? ബൈജക്റ്റീവ് ആണെന്ന് പറയാം. ഈ ബൈജക്റ്റീവ് ആയിട്ടുള്ള എല്ലാ ഫംഗ്ഷൻസും നമുക്ക് അതിന്റെ എന്ത് കാണാം? ഇൻവേഴ്സ് കാണാം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ബൈജക്റ്റീവ് ഫംഗ്ഷൻസ് ഇൻവേർട്ടിബിൾ ആണ് എന്ന് പറയാം. ഇത് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ലാസ്റ്റ് പഠിച്ച ഒരു പോർഷൻ ആണ് അല്ലേ? ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇവിടെ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിനെയാണ് നമുക്ക് ഇൻവേർട്ടിബിൾ ആക്കേണ്ടത്. ഓക്കെ, നോർമലി ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ഇൻവേർട്ടിബിൾ ആണോ? നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലോ? എൻ്റെ കയ്യിലൊരു ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ഉണ്ട്. ഏതൊക്കെ നമുക്ക് അറിയാവുന്ന ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ഏതൊക്കെ? സൈൻ എക്സ്, നമ്മൾ +1 വളരെ ഡീറ്റെയിൽ ആയിട്ട് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസും അതിന്റെ ഒരുപാട് ഐഡന്റിറ്റീസ് ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? സൈന്, കോസ്, ടാന്, കൊസീക്ക്, സീക്ക്, കോട്ട് അല്ലേ? അപ്പൊ ഞാൻ ആദ്യം സൈൻ എക്സ് എന്നുള്ള ഒരു ഫംഗ്ഷൻ എടുത്തു. ഓക്കെ, y = sin x എന്നുള്ള ഫംഗ്ഷൻ. ഈ ഫംഗ്ഷൻ ഇൻവേർട്ടിബിൾ ആണോ, അല്ലെങ്കിൽ ഇത് ബൈജക്റ്റീവ് ആണോ, ഇത് 1 ആണോ, ഓൺ 2 ആണോ? നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എന്താണ് നമ്മളെ കയ്യിലുള്ള സൈൻ എക്സിന്റെ ഗ്രാഫ്? ഇതാണ് സൈൻ എക്സിന്റെ ഗ്രാഫ് വരിക.
ഓക്കെ, എക്സ് ആക്സിസിൽ ആരൊക്കെയുണ്ട്? ഇവിടെ 0 ഉണ്ട്. ഇതാ ഇങ്ങനെ ഒരാൾ ഇങ്ങനെ ഗ്രാഫിൽ വരും അല്ലേ? നിങ്ങൾ വരയ്ക്കുമ്പോൾ നല്ല വൃത്തിയായിട്ട് വരയ്ക്കുക. എന്നെക്കോൾ അടിപൊളിയായിട്ട് വരയ്ക്കാൻ കഴിയുന്ന ഒരുപാട് ആളുകളുണ്ടാവും. ഓക്കെ, എക്സ് ആക്സിസിൽ ഇവിടെ ആരുണ്ടാവും? π/2 ഉണ്ടാവും, ഇവിടെ പൈ ഉണ്ടാവും, ഇവിടെ 3π/2 ഉണ്ടാവും. ഓക്കെ, സിമിലർലി ഇവിടെ -π/2 ഉണ്ടാവും. ഓക്കെ, ഇവിടെ -π ഉണ്ടാവും, ഇവിടെ -3π/2 ഉണ്ടാവും. ഓക്കെ, ഇനി നോക്ക് എന്താണ് 1 1 എന്ന് പറഞ്ഞാല് നമ്മൾ ഇവിടെ ഡൊമൈൻ എന്താ വരുന്നത്? ഹിയർ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ നമ്മളെ എക്സ് ആക്സിസിലുള്ള ആള് അല്ലെ? ഡൊമൈന് എക്സ് ആക്സിസിലുള്ള ആള് ഏതാ വരുന്നത്? π/2, 0 to π/2 എന്നുള്ള ഒക്കെ ആളുകളാണ്. ക്യാൻസൽ ചെയ്യാം. ഓക്കെ, അത് സിമിലർലി അതുപോലെ തന്നെ വൈ ആക്സിസിൽ നമുക്ക് ഇവിടെ വരുന്നത് ഹിയർ 1 ആണ് ആൻഡ് ഹിയർ -1 ആണ്. ഓക്കെ, ഇനി ഞാൻ സൈൻ എക്സ് വൈ ഈക്വൽ ടു സൈൻ എക്സ് എന്നുള്ള ഫംഗ്ഷനിൽ എക്സിന് 0 കൊടുത്തു കഴിഞ്ഞു. എക്സിന് 0, ഈ 0 എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് സെറ്റിലുള്ള ഒരാളാണ് അല്ലേ? 0 കൊടുത്തു കഴിഞ്ഞാൽ സൈൻ എക്സിന്റെ വൈൻ്റെ വാല്യൂ എന്താ വരിക? എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ 0 വരും അല്ലേ? സൈൻ 0 ആണ്. അതുപോലെ തന്നെ എക്സിന് ഞാൻ പൈ എന്ന് കൊടുത്തു. 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ വരിക? 0 ആണ് വരിക. എക്സിന് ഞാൻ പൈ എന്നുള്ള വാല്യൂ കൊടുത്തു. പൈ എന്നുള്ള വാല്യൂ കൊടുക്കുമ്പോഴും എന്ത് തന്നെയാണ്? 0 ആണ് വരുന്നത്. അപ്പൊ ഇവിടെ ഈ ഒരു ഭാഗത്ത് ഈ ഒരു എക്സിന് ഇവിടെ എന്ത് തന്നെയാണ്? 0 ആണ്. അതുപോലെ തന്നെ ഈ പൈയിലും എന്ത് തന്നെയാണ്? എക്സിന് 0 തന്നെയാണ്. അപ്പൊ നമുക്ക് എന്ത് പറയാ? ഓരോ ഡൊമൈനിലുള്ള 0, π, 2π, -π, -2π ഈ വാല്യൂസിനൊക്കെ എന്താണ്? ഒരേ ഇമേജ് ആണ് വരുന്നത് അല്ലെ? വൈ ആക്സിസിൽ രണ്ടാമത്തെ സെറ്റിൽ ഒരേ ഇമേജ് ആണ് വരുന്നത്. അതുപോലെ തന്നെ സിമിലർലി ഇവിടെ π/2ന്റെ വാല്യൂ ഒക്കെ π/2ന്റെ വാല്യൂ എന്താണ്? 1 ആണ് അല്ലെ? ഓക്കെ, ഇവിടെ -π/2ന്റെ വാല്യൂ -1 ആണ്. അതുപോലെ തന്നെ 3π/2ന്റെ വാല്യൂ എന്താണ്? 1 ആണ്. അപ്പൊ അതിനൊക്കെ എന്താണ്? ഒരേ ഇമേജ് ആണ് വരുന്നത്, 1 തന്നെയാണ് വരുന്നത് അല്ലെ? 1 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്തല്ല, ഇത് സൈൻ എക്സ് എന്നുള്ള ഫംഗ്ഷൻ ഇൻവേർട്ടിബിൾ അല്ല, അല്ലെങ്കിൽ 1 1 അല്ല, ഓൺ ടു അല്ല, ബൈജക്റ്റീവ് അല്ല എന്ന് പറയാം. ബൈജക്റ്റീവ് അല്ലാത്ത ഒരു ഫംഗ്ഷനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? ഇൻവേർട്ടിബിൾ ആയിട്ട് കാണാൻ പറ്റൂല, ഇൻവേഴ്സ് ഫംഗ്ഷൻ ആയിട്ട് കാണാൻ പറ്റൂല. ക്ലിയർ ആണോ? അപ്പൊ ഇതിനെ ഇൻവേർട്ടിബിൾ ആക്കണം. ഇൻവേർട്ടിബിൾ ആക്കി കഴിഞ്ഞാലേ നമുക്ക് ഈ ഒരു ചാപ്റ്ററിന് എന്തുള്ളൂ? പ്രസക്തിയുള്ളൂ. ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻ എന്നുള്ള ഈ ഒരു ചാപ്റ്ററിന് പ്രസക്തിയുള്ളൂ. അപ്പൊ നമ്മൾ ഇതിനെ ഇൻവേർട്ടിബിൾ ആക്കാൻ നമ്മൾ എന്താ ചെയ്യണത്? ഈ ഒരു ഫംഗ്ഷന്റെ ഡൊമൈൻ, കോഡൊമൈൻ അല്ലെ? ഇവിടെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസിലാണ് ഉള്ളത്. കോഡൊമൈൻ എന്ന് പറഞ്ഞാൽ -1 1 ഒക്കെ വരുന്ന ഏരിയയിലുള്ള വാല്യൂസ്, വൈ ആക്സിസിലുള്ള വാല്യൂസ് ആണ് കോഡൊമൈൻ വരുന്നത്. ഇതിനെ ഞാനൊന്ന് ചില ഏരിയയിൽ റെസ്ട്രിക്റ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഒരു ചെറിയ ഏരിയയിൽ റെസ്ട്രിക്റ്റ് ചെയ്യാൻ പോവാണ്. ഏത് ഏരിയയിലാണ് ഞാൻ ഇതിനെ റെസ്ട്രിക്റ്റ് ചെയ്യാൻ പോണത്? ഇവിടെ -π/2 അതുപോലെ തന്നെ π/2 ഈ രണ്ട് ഏരിയ ഞാൻ ഇതിനെ റെസ്ട്രിക്റ്റ് ചെയ്യാണ്. ഓക്കെ, അതായത് ഇപ്പൊ റെസ്ട്രിക്റ്റ് ചെയ്തതിന് ശേഷം നമ്മളെ ഫംഗ്ഷൻ എന്തായി? ഫംഗ്ഷൻ ഇതിന്റെ ഡൊമൈനിൽ വരുന്നത് ഇനി ആര് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതുള്ളൂ? -π/2 മുതൽ π/2 വരെയുള്ള ആളെ മാത്രമേ നമ്മൾ ഡൊമൈനിൽ കൺസിഡർ ചെയ്യേണ്ടുള്ളൂ. ഇതാണ് ഇനി നമ്മളെ ഡൊമൈൻ, അല്ലെങ്കിൽ നമ്മളെ എക്സ് ആക്സിസിൽ വരുന്നത് ഈ ആൾ മാത്രമാണ്. അതുപോലെ തന്നെ 2 ഈ ഫംഗ്ഷൻ റേഞ്ച്, അതായത് കോഡൊമൈനിൽ ഇനി ആര് മാത്രമേ ഉള്ളൂ? കോഡൊമൈനിൽ -1 to 1, ക്ലോസ്ഡ് ബ്രാക്കറ്റ് -1 to 1. ഓക്കെ, ഇതാണ് ഇതിന്റെ റേഞ്ച് വരുന്നത്, അതായത് വൈ ആക്സിസിൽ വരുന്നത്. ഇനി ഇയാളെ മാത്രമേ നമ്മൾ എന്ത് ചെയ്യേണ്ടതുള്ളൂ? പരിഗണിക്കേണ്ടതുള്ളൂ. അങ്ങനെയെങ്കിൽ ഈ ഒരു കർവ് നോക്കുക. ഏതെങ്കിലും വാല്യൂസിൽ നമുക്ക് ഇമേജ് റിപ്പീറ്റ് ചെയ്ത് വരെ, അല്ലെങ്കിൽ പ്രീ ഇമേജ് റിപ്പീറ്റ് ചെയ്ത് വരെ ചെയ്യുന്നുണ്ടോ? ഇല്ല. ഈ ഒരു റെസ്ട്രിക്ഷൻ ലിമിറ്റിൽ നമുക്ക് എന്ത് ചെയ്യുന്നില്ല? ഒരു വാല്യൂസ് റിപ്പീറ്റ് ചെയ്ത് വരുന്നില്ല. ഓക്കെ, അപ്പൊ ഈ ഒരു റെസ്ട്രിക്ഷൻ ലിമിറ്റിൽ നമുക്ക് എന്ത് പറയാം? ഈ സൈൻ എക്സ് എന്നുള്ള ഫംഗ്ഷൻ 1 1 ആണ്, ഓൺ ടു ആണ് എന്നുള്ളത് പറയാം. ദാറ്റ് ഈസ് വിച്ച് ഈസ് ബൈജക്റ്റീവ് വേർ -π/2 to π/2. -π/2 to π/2 ഡൊമൈനിൽ എന്താണ് ഗിവൺ ട്രിഗണോമെട്രി ഫംഗ്ഷൻ സൈൻ എക്സ് എന്നുള്ള ഫംഗ്ഷൻ എന്താണ്? ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണ്. അപ്പൊ നമുക്ക് അതിനെന്ത് ചെയ്യാം? ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻ ആക്കിയിട്ട് മാറ്റാം.
ഓക്കെ, ഇനി എങ്ങനെ ഇതിനെ ഇൻവേഴ്സ് ആക്കിയിട്ട് മാറ്റുക? ഈ ഒരു ഫംഗ്ഷന്റെ എക്സ് ആക്സിസും വൈ ആക്സിസും എന്ത് ചെയ്യുക? അതിനെ ഞാൻ എന്ത് ചെയ്യുക? ജസ്റ്റ് ഇന്റർചേഞ്ച് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മളെ കയ്യിലുള്ള ഫംഗ്ഷൻ ഇപ്പോൾ y ഈക്വൽ ടു സൈൻ എക്സ് ആണ്. ഇനി അതിന്റെ ഇൻവേഴ്സ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് വരിക? സൈൻ വൈ ഈക്വൽ ടു എക്സ് ആണ് വരിക. സോറി, സൈൻ ഇൻവേഴ്സ് y ഈക്വൽ ടു എക്സ് ആണ് വരിക. അപ്പോൾ y ഈക്വൽ ടു സൈൻ എക്സിനെ എന്നുള്ള ഫംഗ്ഷനെ സൈനെ മാത്രം ഈക്വൽ ടുവിന്റെ അപ്പുറം കൂടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിന് എന്തുവായി? ഒരു പോർഷൻ വന്ന് അതിനൊരു അഡീഷണൽ ഒരു തലയിലെ ഒരു -1 വന്നു. അതാണ് സൈൻ ഇൻവേഴ്സ്. അപ്പൊ സൈൻ ഇൻവേഴ്സ് y ഈക്വൽ ടു എക്സ് എന്നായി. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യും? എക്സ് ആക്സിസിനെയും വൈ ആക്സിസിനെയും എന്ത് ചെയ്തു? ഇന്റർചേഞ്ച് ചെയ്തു. ഓക്കെ, ബൈ ഇന്റർചേഞ്ചിങ് നമുക്ക് അതിന്റെ ഇൻവേഴ്സ് എന്താന്നുള്ളത് കാണാൻ ബൈ ഇന്റർചേഞ്ചിങ് എക്സ് ആൻഡ് വൈ ആക്സസ് വി ക്യാൻ റൈറ്റ്. എങ്ങനെയാ നമുക്ക് ഇനി ആ ഫംഗ്ഷനെ നമുക്ക് എങ്ങനെ എഴുതാം? ഫംഗ്ഷൻ എക്സ് ആൻഡ്, അപ്പോൾ ഡൊമൈനിൽ ഇനി ആരാ ഉണ്ടാവുക? ഡൊമൈനിൽ -1 to 1 ആണ് ഡൊമൈനിൽ ഉണ്ടാവുക അല്ലേ? ടുവേർഡ്സ് ഏതിന്റെ നേരെ? റേഞ്ചിൽ നമുക്ക് ഇനി ആരാ ഉണ്ടാവുക? -π/2 അതുപോലെ തന്നെ π/2. ഇതിനെ രണ്ടും തമ്മിൽ എന്ത് ചെയ്തു? ഇന്റർചേഞ്ച് ചെയ്തു. ഇയർ ഡൊമൈനിൽ അതായത് എക്സ് ആക്സിസിൽ ഇനി -1 to 1ഉം അതുപോലെ തന്നെ വൈ ആക്സിസിൽ അല്ലെങ്കിൽ റേഞ്ച് ആയിട്ട് വരുന്നത് ഇനി ഇയാളുമാണുള്ളത്. ഓക്കെ, അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഗ്രാഫിനെ ഒന്ന് എന്ത് ചെയ്യാം? റീഅറേഞ്ച് ചെയ്യാം. ഓക്കെ, എങ്ങനെ റീഅറേഞ്ച് ചെയ്യാം നോക്കാം. ഓക്കെ, ഇതാണ് ഇതിന്റെ y വരുന്നത്. അപ്പോൾ ഇത് 0 എക്സ് ആക്സിസ് ആണ്, -x, y -y. ഓക്കെ, ഇങ്ങനെയാണ് നമ്മളെ ഗ്രാഫ് വരിക. -π/2ലാണ് ഞാൻ ഇതിനെ എന്ത് ചെയ്തത്? റെസ്ട്രിക്റ്റ് ചെയ്തത് അല്ലേ? -π/2 ഞാൻ ഇതിനെ റെസ്ട്രിക്റ്റ് ചെയ്തത്. അതായത് ഇവിടെയാണ് എന്ത് വരിക? π/2 വരും, ഇവിടെ -π/2 വരും. ഓക്കെ, ഇതാണ് ഈ ഒരു ഗ്രാഫാണ് നമ്മൾ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷന്റെ ഗ്രാഫ് വരുന്നത്. അപ്പോൾ റിമൈനിങ് പോർഷൻസ് അത് അതിന്റെ വേവായിട്ട് ബാക്കിയുള്ള ഭാഗങ്ങളായിട്ട് അങ്ങനെ പോകും. ഓക്കെ, ഈ ഒരു പോർഷനാണ് നമുക്ക് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷന്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ഇതിന്റെ ഡൊമൈൻ? എന്താണ് -1 to 1 ആണ് ഇതിന്റെ ഡൊമൈൻ. ആൻഡ് റേഞ്ച് എന്താ വരുന്നത്? -π/2 to π/2. അപ്പോൾ ഇയർ ഫംഗ്ഷൻ y ഈക്വൽ ടു എന്താണ് വരുന്നത്? ഫംഗ്ഷൻ സൈൻ ഇൻവേഴ്സ് എക്സ് ആണ്. വേർ ഡൊമൈൻ ഈക്വൽ ടു -1 to 1 ആണ് അല്ലെ? എക്സ് ആക്സിസിൽ എവിടെ -1 വരുന്നത്? ഇവിടെയാണ് -1 വരുന്നത്. കറസ്പോണ്ടിങ് ഇവിടെയാണ് 1 വരുന്നത്. ഓക്കെ, ആൻഡ് റേഞ്ച് ഈക്വൽ ടു എന്തായി? -π/2 to π/2. ഈ റേഞ്ചിനെ നമുക്ക് മറ്റൊരു പേര് പറയാം. ഇനി മുതൽ നമുക്ക് ഈ ഒരു റേഞ്ചിനെ മറ്റൊരു പേര് വരാം. എന്താണ്? പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച്. ഓക്കെ, പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച്. ഈ റേഞ്ചിനെ ഇനി നമ്മൾ പറയുന്ന പേരാണ് പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച്. ദാറ്റ് ഈസ് PVB എന്ന് ഷോർട്ട് ആയിട്ട് പറയാം. അപ്പോൾ സൈൻ ഇൻവേഴ്സ് എക്സ് എന്നുള്ള ഫംഗ്ഷന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്താണ്? -π/2 to π/2. ഇപ്പൊ ടോട്ടൽ ഇതിന്റെ ഒരു കഥ സ്റ്റോറി ക്ലിയർ ആണല്ലോ. അപ്പോൾ സൈൻ എക്സ് എന്നുള്ള ഫംഗ്ഷൻ എന്തല്ല? ബൈജക്റ്റീവ് അല്ല. അതിനെ നമ്മൾ ബൈജക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഒരു ലിമിറ്റിൽ നമ്മൾ അതിനെ റെസ്ട്രിക്റ്റ് ചെയ്തു. അതായത് അതിന്റെ ഡൊമൈനും കോഡൊമൈനും നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്തു. ഓക്കെ, റെസ്ട്രിക്റ്റ് ചെയ്തതോടുകൂടി അതെന്തായി? ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആയി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഇൻവേർട്ടിബിൾ കാണാം. അങ്ങനെ സൈൻ എക്സിന്റെ സൈൻ ഇൻവേഴ്സ് എക്സ് y ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ് എന്നുള്ളൊരു ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻ ആക്കി മാറ്റിയപ്പോൾ അതിന്റെ എക്സും വൈ ആക്സിസ് ഡൊമൈൻ റേഞ്ച് ആക്സിസുകൾ എന്ത് ചെയ്തു? നമ്മൾ ഇന്റർചേഞ്ച് ചെയ്തു. നമ്മൾ അതിനെ ആ റെസ്ട്രിക്ഷൻ ലിമിറ്റിൽ എന്ത് ചെയ്തു? അതിനെ ഒരു ഇൻവേഴ്സ് ഗ്രാഫ് ഇവിടെ പ്ലോട്ട് ചെയ്തു. അതാണ് നമുക്ക് ഇവിടെ നിങ്ങൾക്ക് കാണുന്നത്. ഓക്കെ, ഇങ്ങനെ ഈ സൈൻ ഇൻവേഴ്സ് എക്സ് എന്നുള്ള ഫംഗ്ഷന്റെ അതിന്റെ റേഞ്ച് റെസ്ട്രിക്റ്റ് ചെയ്ത ഈ ഒരു റേഞ്ചിന്റെ വാല്യൂവിനെ നമ്മൾ എന്ത് പറയും?
പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്ന് പറയും. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇങ്ങനെ നമുക്ക് ഇനി കോസ് എക്സ്, ടാൻ എക്സ്, സീക്ക് എക്സ് ഓരോ ട്രിഗണോമെട്രിക് ഫംഗ്ഷന്റെ ഇൻവേഴ്സിനെ അതിനെ റെസ്ട്രിക്ട് ചെയ്ത് ഡൊമൈന് റേഞ്ച് എന്താണ് എന്നുള്ളത് ഓരോ ഗ്രാഫിന്റെ നമുക്ക് പ്ലോട്ട് ചെയ്യാം. രണ്ടാമത്തെ ഫംഗ്ഷൻ കോസ് എക്സിന്റെ ഇൻവേഴ്സ് ഫംഗ്ഷന്റെ ഗ്രാഫ് എങ്ങനെ വരിക എന്നുള്ളത് നമുക്കൊന്ന് പ്ലോട്ട് ചെയ്ത് നോക്കാം. സെക്കൻഡ് ഫംഗ്ഷൻ കോസ് ഇൻവേഴ്സ് എക്സ്. ഓക്കെ, കോസ് ഇൻവേഴ്സ് എക്സ് ഗിവൺ വൈ ആക്സിസ് എക്സ് ആക്സിസ് തന്നിട്ടുണ്ട്. എക്സ് ആക്സിസ് വൈ ആക്സിസ് ഇതാണ് ഒറിജിൻ 0. ഇയർ π/2 ഇവിടെ വരും, പൈ ഇവിടെ വരും, -π/2. നമ്മൾ എക്സ് ആൻഡ് വൈ ആക്സിസുകൾ തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്തതിൻ്റെ ശേഷമുള്ള അതിൻ്റെ ഗ്രാഫാണ് വരുന്നത്. ഓക്കെ, ആൻഡ് ഹിയർ 1 വരും, -1. ഓക്കെ, -1ഉം 1ഉം എന്ത് വന്നു, എക്സ് ആക്സിസിൽ നമുക്ക് വന്നു, -x -y. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ കോസ് എക്സിൻ്റെ ഗ്രാഫ് വരിക. ഇവിടെ നമ്മൾ ഇൻവേർട്ടിബിൾ ആക്കാൻ വേണ്ടി, ബൈജക്റ്റീവ് ആക്കാൻ വേണ്ടി റെസ്ട്രിക്റ്റ് ചെയ്ത ലിമിറ്റ് എന്ന് പറയുന്നത് 0 to π ആണ്. ഓക്കെ, 0 to π എന്ന് പറയുമ്പോൾ ഇതാ ഈ ഒരു ഏരിയ 0 to +π ആണ് നമ്മൾ ഇതിനെ റെസ്ട്രിക്റ്റ് ചെയ്ത് ഇതുവരെ. ഓക്കെ, ഈ ഒരു ഏരിയയാണ് നമ്മളിവിടെ റെസ്ട്രിക്റ്റ് ചെയ്ത്. നിങ്ങൾ വരയ്ക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് വരയ്ക്കുക. ഓക്കെ, നല്ല കളർഫുൾ ആക്കിയിട്ട് വരയ്ക്കുക. ഓക്കെ, ഈ 0 to π എന്നുള്ളൊരു ഏരിയയാണ് നമ്മൾ കോസ് ഇൻവേഴ്സ് എക്സിൽ ഇവിടെ നമുക്ക് റെസ്ട്രിക്റ്റ് ചെയ്ത് പോയിന്റ് വരുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ ഫംഗ്ഷൻ, എന്താ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് എക്സ് ആണ്. ഇവിടെ ഡൊമൈൻ എന്താ വരിക, ഡൊമൈൻ ഈക്വൽ ടു -1 to 1 ആണ് അല്ലേ, ക്ലോസർ ബ്രാക്കറ്റ് -1 to 1 എന്ത് ചെയ്യുന്നുണ്ട്, വാല്യൂസ് വരുന്നുണ്ട്. ആൻഡ് റേഞ്ചിനെ നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് PVB, പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഓഫ് കോസ് ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നത് ക്ലോസ് ബ്രാക്കറ്റ് 0 to π ആണ്. ഓക്കെ, 0 to πയിലാണ് നമ്മൾ ഈ കോസ് ഇൻവേഴ്സ് എക്സിന്റെ റേഞ്ച് വരുന്നത്. ക്ലിയർ ആണല്ലോ, ഗ്രാഫ് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ പോസ് ചെയ്തിട്ട് അടിപൊളിയായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ വരച്ചെടുക്കുക. മൂന്നാമത്തെ ഫംഗ്ഷനാണ് y ഈക്വൽ ടു കൊസീക്ക് ഇൻവേഴ്സ് എക്സ്. y ഈക്വൽ ടു കൊസീക്ക് ഇൻവേഴ്സ് എക്സ്. എങ്ങനെയാണ് കൊസീക്ക് ഇൻവേഴ്സ് എക്സിന്റെ ഗ്രാഫ് വരിക? ഓക്കെ, എക്സ് ആക്സിസ് -x, y -y. ഇവിടെ 0 ഒറിജിൻ ഇവിടെ വരും, π/2, π 3π/2. ഓക്കെ, -π/2 -π. ഇതില് നമുക്കറിയാം കൊസീക്ക് ഫംഗ്ഷനിൽ പൈ എന്നുള്ള പൈൻ്റെ nπ ടേംസ് എന്താണ്, nπ ടേംസ് നോട്ട് ഡിഫൈൻഡ് വാല്യൂസ് ആണ് അല്ലേ. ഓക്കെ, nπ ടേംസ് നോട്ട് ഡിഫൈൻഡ് വാല്യൂസ് ആണ്. ഇതിൻ്റെ ഗ്രാഫ് വരിക ഇതാ. അപ്പോൾ പൈയിൽ നമുക്ക് എക്സാക്റ്റ് വാല്യൂ കിട്ടില്ല, 0ൽ വന്നിട്ട് എങ്ങനെ ഇനി ഇവിടെ താഴെ ഇങ്ങനെയാണ് ഇതിന്റെ ഗ്രാഫ് വരിക. ഇനി ഇവിടെ നമ്മൾ റെസ്ട്രിക്ട് ചെയ്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ, കൊസീക്കിന്റെ റെസ്ട്രിക്ട് ചെയ്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ -π/2 to π/2 ആണ്. -π/2 മുതൽ π/2 വരെ. എങ്ങനെ -π/2 to π/2 നമുക്ക് മാർക്ക് ചെയ്യാം? 0 ഇൻക്ലൂഡിങ് അല്ല, കാരണം എന്താ, 0 എന്നുള്ള നോട്ട് ഡിഫൈൻഡ് വാല്യൂ ആണ് നമുക്ക് ഇതിൽ കൊസീക്ക് ഫംഗ്ഷനിൽ വരുന്നത് അല്ലേ. അപ്പോൾ -π/2 to π/2 എന്ന് പറയുമ്പോൾ ഇതാ ഈ ഒരു പോർഷൻ, ഇവിടുത്തെ ഹാഫ് പോർഷൻ. ഓക്കെ, ഇവിടുത്തെ ഒരു ഹാഫ് പോർഷനും ഇനി +π/2ന്റെ ഇവിടെ ഉള്ള ഒരു ഹാഫ് പോർഷനും. ഓക്കെ, ഇനി ഇവിടെ വാല്യൂസ് നമ്മൾ മാർക്ക് ചെയ്തില്ല, ഇവിടെ 1 ആണ് വരുന്നത്, ഇവിടെ ഇതിന്റെ എൻഡ് വരുന്നത് -1 ആണ്. ക്ലിയർ?
അപ്പോൾ ഈ രണ്ട് വാല്യൂസ് ഈ ഒരു രണ്ട് റേഞ്ചിലാണ് നമ്മൾ കൊസീക്ക് ഫംഗ്ഷനെ നമ്മൾ റെസ്ട്രിക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഇവിടെ ഫംഗ്ഷൻ എന്താണ്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കൊസീക്ക് ഇൻവേഴ്സ് എക്സ് ആണ്. കൊസീക്ക് ഇൻവേഴ്സ് എക്സ് ആണ് നമുക്കിവിടെ ഫംഗ്ഷൻ വരുന്നത്. കൊസീക്ക് ഇൻവേഴ്സ് എക്സ്. ഇനി ഇവിടെ ഡൊമൈൻ എന്താണ്? ഡൊമൈനിൽ റിയൽ നമ്പേഴ്സ് ആണ് എക്സെപ്റ്റ് -1 to 1. -1ഉം 1ഉം അല്ലാത്ത ബാക്കി എല്ലാ നമ്പേഴ്സും. ഓക്കെ, ഇവിടെ -1ഉം 1ൽ എന്ത് വരുന്നില്ല? ഫംഗ്ഷൻ വരുന്നില്ല. അപ്പോൾ -1ഉം 1ഉം അല്ലാത്ത ബാക്കി എല്ലാ ഫംഗ്ഷൻസും. ആൻഡ് റേഞ്ച് എന്താ വരുന്നത്? റേഞ്ച് വരുന്നത് -π/2 ഇൻക്ലൂഡിങ് -π/2 to π/2 ആണ്. പക്ഷെ അവിടെ ആരില്ല? എക്സെപ്റ്റ് 0 എന്നുള്ള ഒരു വാല്യൂ ഇല്ലാത്ത ബാക്കി എല്ലാ ആളുകളുമാണ് റേഞ്ചിൽ വരുന്നത്. ഓക്കെ, റേഞ്ചിന്റെ മറ്റൊരു വേർഡാണ് PVB, പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഗ്രാഫ് അടിപൊളിയായിട്ട് വരച്ചെടുക്കുക. വീഡിയോ പോസ് ചെയ്യാം കേട്ടോ. നാലാമത്തെ ഫംഗ്ഷനാണ് സീക്ക് ഇൻവേഴ്സ് എക്സ്. നാലാമത്തെ ഫംഗ്ഷൻ സീക്ക് ഇൻവേഴ്സ് എക്സ്. സീക്ക് ഇൻവേഴ്സ് എക്സിന്റെ ഗ്രാഫ് എങ്ങനെ പ്ലോട്ട് ചെയ്യണം എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, എക്സ് ആക്സിസ് -y and y, 0 here, π/2, π വരും 3π/2 and here -π/2 -π. ഓക്കെ, നമുക്കറിയാം സീക്കിൽ എന്തുണ്ട്? π/2 ടേംസുകളൊക്കെ എന്താണ്? നോട്ട് ഡിഫൈൻഡ് ആണ് അല്ലേ? π/2 ടേംസുകൾ നോട്ട് ഡിഫൈൻഡ് ആണ്. അപ്പോൾ നമുക്ക് ഈ π/2ന്റെ ഇതിൽ അങ്ങനെ അങ്ങോട്ട് ഒരു ഹിഡൻ ലൈൻ വരയ്ക്കാം. -π/2 ഓൾസോ നോട്ട് ഡിഫൈൻഡ് വാല്യൂസ്. 3π/2 എന്താണ്? നോട്ട് ഡിഫൈൻഡ് ആണ്. ഓക്കെ, ആൻഡ് ഹിയർ ഓൾസോ. ഇനി ഇതിൻ്റെ ഗ്രാഫ് വരിക. ഇവിടെ -1 വരും ആൻഡ് ഹിയർ 1 വരും. ഓക്കെ, സീക്ക് ഫംഗ്ഷന്റെ ഗ്രാഫിൽ വാല്യൂസ് -1ന്റെ 1ന്റെ ഇടയിലുള്ള അതിന് പുറമേ ഉള്ള വാല്യൂസ് ആണ് നമുക്ക് ഫംഗ്ഷനിൽ കിട്ടുക. അപ്പോൾ എങ്ങനെയാണ് ഗ്രാഫ് വരിക? ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ട് -1ന്റെ അവിടെ നിന്ന് അങ്ങനെ തിരിയും. ഓക്കെ, ഇങ്ങനെയാണ് ഇതിൻ്റെ ഗ്രാഫ് വരിക. ഇനി ഇവിടെ ആണെങ്കിൽ ഇവിടുന്ന് ഇൻഫിനിറ്റിയിൽ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഈ 1ൽ വന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് തിരിയും. ഓക്കെ, ഇനി ഇവിടെ ഈ ഒരു സീക്ക് ഇൻവേഴ്സ് എക്സ് എന്നുള്ള ഫംഗ്ഷനിൽ നമ്മൾ ഇതിനെ റെസ്ട്രിക്ട് ചെയ്തിട്ടുള്ളത് 0 to π ആണ്. 0 to πയിലാണ് നമ്മൾ ഇതിനെ റെസ്ട്രിക്ട് ചെയ്തിട്ടുള്ളത്. പക്ഷെ അവിടെ ആരും ഇൻക്ലൂഡിങ് അല്ല, π/2 ഇൻക്ലൂഡിങ് അല്ല. π/2 നോട്ട് ഡിഫൈൻഡ് ആയതുകൊണ്ട് π/2 ഇൻക്ലൂഡിങ് അല്ല. അപ്പോൾ 0 to πയിൽ നമുക്ക് ഇതിനെ എങ്ങനെ റെസ്ട്രിക്ട് ചെയ്യാം? ആദ്യം ഇവിടെ ഒരു ചെറിയൊരു പോർഷൻ വരും. 0 to π എന്നുള്ളതിൻ്റെ ഇവിടെ ചെറിയൊരു പോർഷൻ. ഓക്കെ, അതേപോലെ തന്നെ 0 to πന്റെ ബാക്കി പോർഷൻ ഇവിടെയാണ് വരിക. ബാക്കി പോർഷൻ ഇവിടെ വരും. ബാക്കി പോർഷൻ ഇവിടെ ഇങ്ങനെ വരും. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇതാണ് അതിൻ്റെ റെസ്ട്രിക്ഷൻ ലിമിറ്റ് വരുന്നത്. അപ്പോൾ എന്താണ് നമ്മളെ ഫംഗ്ഷൻ? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സീക്ക് ഇൻവേഴ്സ് എക്സ് ആണ് നമ്മളെ ഫംഗ്ഷൻ. ആൻഡ് ഡൊമൈൻ എന്താ വരുന്നത്? ഡൊമൈൻ ഈക്വൽ ടു റിയൽ നമ്പേഴ്സ് ആണ്. പക്ഷെ ആരില്ല? എക്സെപ്റ്റ് -1 to 1 എന്നുള്ള ആളില്ല. ഇനി റേഞ്ച് എന്താണ്? ഇതിൻ്റെ റേഞ്ച് എന്താണ്? അല്ലെങ്കിൽ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്താണ്? PVB, പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് 0 to π ആണ്. 0 to π എക്സെപ്റ്റ് π/2 അല്ലെ? π/2 ഒഴികെയുള്ള 0 to πയിലുള്ള എല്ലാ ആംഗിൾസും ആണ് ഇതിൻ്റെ റേഞ്ച് വരുന്നത്. ക്ലിയർ ആണല്ലോ? വീഡിയോ പോസ് ചെയ്ത് ഗ്രാഫ് അടിപൊളിയായിട്ട് വരച്ചെടുക്കുക കേട്ടോ. ഫിഫ്ത്ത് ഫംഗ്ഷൻ ആണ് ടാൻ ഇൻവേഴ്സ് എക്സ്. ടാൻ ഇൻവേഴ്സ് എക്സിന്റെ ഗ്രാഫ് എങ്ങനെ വരുന്നത്? ടാൻ ഇൻവേഴ്സ് എക്സിന്റെ ഗ്രാഫ് എക്സ് ആക്സിസ് -x, y ആൻഡ് -y. ഓക്കെ, ഇനി ഹിയർ 0. ടാനിൽ നമുക്കറിയാം π/2ന്റെ ടേംസ് എന്താണ്? ടാനിൽ π/2ന്റെ മൾട്ടിപ്പിൾസ് എന്താണ്? നോട്ട് ഡിഫൈൻഡ് വാല്യൂസ് ആണ് അല്ലേ? ഓക്കെ, അപ്പോൾ π/2 π ഇവിടെ വരും. 3π/2 ആൻഡ് -π/2 -π. ഓക്കെ, π/2 വാല്യൂസ് നോട്ട് ഡിഫൈൻഡ് ആണ് ടാൻ ഇൻവേഴ്സ് എക്സിൽ. അപ്പോൾ നമുക്ക് π/2 കൂടെ എന്ത് ചെയ്യാം? ബൗണ്ടറി മാർക്ക് ചെയ്യാം. π/2ന്റെ മൾട്ടിപ്പിൾസ് കൂടെ നമുക്ക് ബൗണ്ടറി മാർക്ക് ചെയ്യാം. ഓക്കെ, ഇനി ഗ്രാഫ് വരുന്നത് 0 ഇൻക്ലൂഡിങ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ വരയ്ക്കാം? ഇവിടുന്ന്
π/2 അല്ല വരുന്നത്, π/2ൻ്റെ തൊട്ട് നിയറസ്റ്റ് വാല്യൂ 0 കൂടെ എങ്ങനെ എന്ത് ചെയ്യും, നേരെ താഴേക്ക് പോകും. ഓക്കെ, ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ട് പൈയിൽ ടച്ച് ചെയ്തിട്ട് നേരെ താഴേക്ക് പോകും. ഓക്കെ, ഇതാണ് ടാൻ ഇൻവേഴ്സ് എക്സിന്റെ ഗ്രാഫ് വരുന്നത്. നമ്മളിവിടെ റെസ്ട്രിക്ഷൻ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ -π/2 to π/2 ആണ് അല്ലേ. -π/2 to π/2 എന്ന് പറയുമ്പോൾ ഇതാ ഈ ഒരു പോർഷൻ ആണ് നമ്മളിവിടെ റെസ്ട്രിക്ട് ചെയ്തിട്ടുള്ളത്. ഈ ഒരു പോർഷൻ ആണ് നമ്മളിവിടെ റെസ്ട്രിക്ട് ചെയ്തിട്ടുള്ളത്. ഈ ഗ്രീൻ കളറിൽ കാണാം, നിങ്ങൾക്ക് ഗ്രീൻ കളറിൽ കാണാം. ഓക്കെ, നിങ്ങൾ വരയ്ക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് വരയ്ക്കുക, നല്ല കളർഫുൾ ആയിട്ട്. ഈ ഒരു ഗ്രീൻ കളർ മാത്രം ആക്ച്വലി എന്ത് വരച്ചാൽ മതി, നമുക്ക് ഇൻവേഴ്സിൻ്റെ ഗ്രാഫ്, അതായത് ടാൻ ഇൻവേഴ്സിൻ്റെതായിട്ട് മാത്രം ഇത് വരച്ചാൽ മതി. ഓക്കെ, മിനിമം ഇതെങ്കിലും ഉണ്ടായാൽ മതി. എക്സാമിന് ഇങ്ങനെ ഗ്രാഫൊക്കെ തന്നിട്ട് ചോദിക്കുന്നതാണ് ഇതിൻ്റെ ഡൊമൈൻ റേഞ്ച് എന്നുള്ളതൊക്കെ. ഡൊമൈൻ റേഞ്ച് എന്നിട്ട് അതുപോലെ തന്നെ ഗ്രാഫ് എന്താന്നുള്ളത് വരയ്ക്കാനൊക്കെ ചോദിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മളിവിടെ ഫംഗ്ഷൻ എന്താണ്, f(x) = ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫാണ് നമ്മളിവിടെ അടിപൊളിയായിട്ട് വരച്ചത്. ഡൊമൈൻ എന്താ വരുന്നത്, ഡൊമൈൻ എന്താണ്, റിയൽ നമ്പേഴ്സ് ആണല്ലേ. കാരണം എക്സ് ആക്സിസിൽ നോക്കുക, എക്സ് ആക്സിസിൽ എന്തുണ്ട്, -∞ മുതൽ ഇൻഫിനിറ്റി വരെയുള്ള എല്ലാ നമ്പേഴ്സിനും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പോയിന്റ് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഇതിന്റെ റേഞ്ചോ കറസ്പോണ്ടിങ് റേഞ്ച് എന്താ നമുക്ക് വരിക, അല്ലെങ്കിൽ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്താണ് വരുന്നത്, -π/2 മുതൽ നമ്മൾ റെസ്ട്രിക്ട് ചെയ്ത ലിമിറ്റ് പറഞ്ഞാൽ π/2 വരെ അല്ലെ. -π/2 to π/2 ആണ് നമ്മൾ ലിമിറ്റ് റെസ്ട്രിക്ട് ചെയ്ത്. ക്ലിയർ ആണല്ലോ. വീഡിയോ പോസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അടിപൊളിയായിട്ട് നിങ്ങൾ വരച്ചെടുക്കുക. ഓക്കെ, ഇനി നമ്മൾ ആറാമത്തെ ലാസ്റ്റ് ഒരു ഫംഗ്ഷനും കൂടി ഉണ്ട്, കോട്ട് ഇൻവേഴ്സ് എക്സ്. ഓക്കെ, കോട്ട് ഇൻവേഴ്സ് എക്സ് എങ്ങനെയാണ്, കോട്ട് ഇൻവേഴ്സ് എക്സിന്റെ ഗ്രാഫ് നോക്കാം. x minus y and here y. ഓക്കെ, 0 ഇവിടെ വരും, π/2 π 3π/2 പോസിറ്റീവ് വാല്യൂസ് ഇവിടെ വരും. नीचे -π/2 and उसका नीचे -π. ഓക്കെ, ഇനി ഈ നമുക്കറിയാം കോട്ടില് nπ ടേംസ് എന്താണ്, നോട്ട് ഡിഫൈൻഡ് വാല്യൂസ് ആണല്ലേ. അപ്പൊ നമുക്ക് ഈ പൈ കൂടെ എന്ത് ചെയ്യാം, ബൗണ്ടറി വരയ്ക്കാം, പൈ കൂടെ ബൗണ്ടറി വരയ്ക്കാം. ഓക്കെ, ഇതിന്റെ ഉള്ളിലാണ് ഇനി നമ്മളെ ഗ്രാഫ് വരിക. അപ്പോൾ എങ്ങനെ വരും, ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഓക്കെ, ഇതാണ് ഇതിന്റെ ഗ്രാഫ് വരിക. ഓക്കെ, π/2 കൂടെ പാസ് ചെയ്യുന്ന രീതിയിലുള്ള ഗ്രാഫ് വരും. ഇവിടെ നിന്നാണെങ്കിൽ ഇങ്ങനെ ഗ്രാഫ് പാസ് ചെയ്യും. ഓക്കെ, ഇനി ഏത് ലിമിറ്റിലാണ് ഇത് റെസ്ട്രിക്ട് ചെയ്തിട്ടുള്ളത്, ഇത് റെസ്ട്രിക്ട് ചെയ്തിട്ടുള്ളത് 0 to πയിലാണ് റെസ്ട്രിക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഏതാണ് അതിൻ്റെ ഇത് വരിക, 0 to π. ഇതാണ് നമ്മളെ റെസ്ട്രിക്ഷൻ പോയിന്റ്, ഇവിടെയാണ് നമ്മൾ റെസ്ട്രിക്ട് ചെയ്തിട്ടുള്ളത്. 0 to πയിലാണ് നമ്മൾ ഇതിനെ റെസ്ട്രിക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഹിയർ ഫംഗ്ഷൻ ഈക്വൽ ടു കോട്ട് ഇൻവേഴ്സ് എക്സിന്റെ ഗ്രാഫാണ് നമ്മളിവിടെ വരച്ചത്. ഇവിടെ ഡൊമൈൻ എന്താണ്, ഡൊമൈൻ എന്തായിട്ട് നമ്മൾ എടുത്തത്, റിയൽ നമ്പേഴ്സിന്റെ സെറ്റ് ആണ് അല്ലേ ഡൊമൈൻ ആയിട്ട് എടുത്തത്. ആൻഡ് റേഞ്ച് എന്താ വരുന്നത്, റേഞ്ച് വരുന്നത് 0 to πയിലാണ് നമ്മുടെ റേഞ്ച് വരുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ നമ്മൾ ഓരോ ട്രിഗണോമെട്രി ഫംഗ്ഷന്റെ ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻ എങ്ങനെ ആവുക എന്നുള്ളതും കറസ്പോണ്ടിങ് ഇൻവേഴ്സ് ഓഫ് ഓരോ ട്രിഗണോമെട്രി ഫംഗ്ഷന്റെ ഇൻവേഴ്സിന്റെ ഗ്രാഫുകളാണ് നമ്മൾ ഇതുവരെ പ്ലോട്ട് ചെയ്തത്. എല്ലാം വീഡിയോ ക്ലോസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, വളരെ കൃത്യമായിട്ട് നോട്ട് ചെയ്തിരിക്കുക. ഇനി നമ്മൾ ഇതുവരെ വരച്ച ഓരോ ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷന്റെയും ഡൊമൈൻ റേഞ്ച് എന്നുള്ളത്, ഓരോ ഫംഗ്ഷന്റെ ഡൊമൈൻ എന്താ റേഞ്ച് എന്താ എന്നുള്ളത് നമ്മൾ വരച്ചു അല്ലേ, അതിൻ്റെ കൂടെ എഴുതി. അതിന് നമുക്കൊന്ന് ടാബുലേറ്റ് ചെയ്യാം. ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ഇനി പ്രോബ്ലം ചെയ്യാൻ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ എങ്ങനെ നമുക്കൊന്ന് ടാബുലേറ്റ് ചെയ്ത് നോക്കാം അല്ലേ. ഡൊമൈൻ ആൻഡ് റേഞ്ച് ഓഫ് ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻസ്. ഓരോ ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷന്റെയും ഡൊമൈന് റേഞ്ച് വാല്യൂസ് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് വരച്ച് നോക്കാം. ഡൊമൈന് ആൻഡ് റേഞ്ച്, ഇവിടെ എന്ത് വരും, ഡൊമൈന് വരും,
റേഞ്ച്. റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് അല്ലേ? പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ആണ്, പ്രിൻസിപ്പൽ വാല്യൂ ആണ് വരുന്നത്. ഓക്കെ, ഫസ്റ്റ് ഏതാണ്? സൈൻ ഇൻവേഴ്സ് എക്സ്. സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഡൊമൈൻ എന്താ? -1 to 1 ആണ്. ക്ലോസർ ബ്രാക്കറ്റ് -1 to 1 ആണ്. എന്താണ് അതിന്റെ റേഞ്ച് വരുന്നത്? ക്ലോസർ ബ്രാക്കറ്റ് -π/2 to π/2 ആണ് അതിന്റെ റേഞ്ച് വരുന്നത് അല്ലെ, സൈൻ ഇൻവേഴ്സ് എക്സിന്റെ. ഇനി സെക്കൻഡ് വൺ കോസ് ഇൻവേഴ്സ് എക്സ്. കോസ് ഇൻവേഴ്സ് എക്സിന്റെ ഡൊമൈനും എന്ത് തന്നെയാണ്? സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഡൊമൈനും സെയിം ആണ്, -1 to 1 ആണ്. റേഞ്ചിൽ നമുക്ക് ചെറിയൊരു വ്യത്യാസം ഉണ്ട്. എന്താണ്? 0 to π ആണ് കോസ് ഇൻവേഴ്സ് എക്സിൻ്റെത്, സൈനിൻ്റെത് -π/2 to π/2 ആണ്. ഓക്കെ, ഇനി കൊസീക്ക് ഇൻവേഴ്സ് എക്സ്. കൊസീക്ക് ഇൻവേഴ്സ് എക്സിന്റെ ഡൊമൈൻ എന്താണ്? r -1 to 1 ആണ് അല്ലെ. ഇതിൽ റിയൽ നമ്പേഴ്സ് ആണ് എക്സെപ്റ്റ് -1 to 1 നമ്മൾ ആ ഗ്രാഫ് കണ്ടതാണ്, അതിലൂടെ പാസ് ചെയ്യുന്നില്ല. ഇനി കറസ്പോണ്ടിങ് അതിന്റെ റേഞ്ച് എന്താ വരുന്നത്? -π/2 to π/2 ആണ്. പക്ഷെ അതിൽ ആരില്ല? 0 എന്നുള്ള നമ്പർ ഇല്ല. 0 ഒഴികെ -π/2 to π/2 പറയുമ്പോൾ -90 മുതൽ 90 വരെയുള്ള ആംഗിൾ, അതിന്റെ നടുവിൽ ആരുണ്ട്? 0 ഉണ്ട്. പക്ഷെ 0നെ നമ്മൾ ഇവിടെ കൊസീക്കില് ഇൻവേഴ്സിൽ കൺസിഡർ ചെയ്യില്ല. ഇനി സീക്ക് ഇൻവേഴ്സ് എക്സ് എന്ന് പറയുമ്പോൾ അതിന്റെ ഡൊമൈനും കൊസീക്ക് ഇൻവേഴ്സ് എക്സിന്റെ ഡൊമൈനും എന്ത് തന്നെയാണ്? സെയിം ആണ്. ഓക്കെ, അതിന്റെ റേഞ്ച് എന്താണ് വരിക? സീക്ക് ഇൻവേഴ്സ് എക്സിന്റെ റേഞ്ച് ക്ലോസർ ബ്രാക്കറ്റ് 0 to π എക്സെപ്റ്റ് π/2. ഓക്കെ, π/2 എന്നുള്ള ഒരു ഇത് എന്താണ്? നോട്ട് ഡിഫൈൻഡ് ആണ് സീക്കിന്റെ ഇതിൽ അല്ലേ. ഇതിന്റെയൊക്കെ നോട്ട് ഡിഫൈൻഡ് വാല്യൂസ് ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പൊ 0 to π ആണ്. 0 to π 0 to 180 90 ഇല്ലാത്ത ബാക്കി എല്ലാ ആംഗിൾസും എന്താണ്? പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ആണ് ഇതിന്റെ സീക്ക് ഇൻവേഴ്സ് എക്സിന്റെ. ഇനി ടാൻ ഇൻവേഴ്സ് എക്സിൽ എന്താ വരുന്നത്? ടാൻ ഇൻവേഴ്സ് എക്സിന്റെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ റിയൽ നമ്പേഴ്സ് ആണ് അല്ലെ, റിയൽ നമ്പേഴ്സ് ആണ്. അതിന്റെ റേഞ്ച് ഓപ്പൺ ബ്രാക്കറ്റ് -π/2 to π/2 ആണ്. ഓപ്പൺ ബ്രാക്കറ്റ് -π/2 to π/2 പറഞ്ഞാൽ എന്താ? π/2 -π/2 ഇൻക്ലൂഡിങ് അല്ല, തൊട്ട് മുന്നുള്ള വാല്യൂ വരെ നമുക്ക് അവിടെ ഇൻക്ലൂഡിങ് ഉള്ളൂ. ഇനി ലാസ്റ്റ് കോട്ട് ഇൻവേഴ്സ് എക്സിന്റെ ഡൊമൈൻ എന്ത് തന്നെയാണ്? റിയൽ നമ്പേഴ്സ് ആണ്. ഇവിടെ എന്താ വരുന്നത്? ഓപ്പൺ ബ്രാക്കറ്റ് 0 to π ആണ് ഇതിൽ വരുന്നത്, ഇതിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് അല്ലെങ്കിൽ റേഞ്ച് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഒന്ന് കമ്പയർ ചെയ്തിട്ട് ഈ ടേബിൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കുക. ഈ ടേബിൾ ഉണ്ടെങ്കിലേ നമുക്ക് ഇതിൽ ഇൻവേഴ്സിലുള്ള പ്രോബ്ലംസ് നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൽ പ്രത്യേകം നോട്ട് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ആണ്. പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഓരോ ഫംഗ്ഷന്റെ എന്തായാലും അറിഞ്ഞിരിക്കണം. നമുക്ക് ഫൈൻഡ് ദി പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഓഫ് ദി ഗിവൺ ഫംഗ്ഷൻ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഫംഗ്ഷൻ തരും. ഓക്കെ, അതിൽ നമുക്ക് കിട്ടുന്ന ആംഗിള് ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിലുള്ള ആംഗിൾ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യലാണ് ഇതിൽ 1 മാർക്കിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത് വളരെ നീറ്റായിട്ട് വീഡിയോ പോസ് ചെയ്തിട്ട് എഴുതിയെടുക്കാം. ഓക്കെ, ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻ ചാപ്റ്ററിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സാമ്പിൾ നമ്പർ 1. ഫൈൻഡ് ദി പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ് 1/√2. Sin inverse 1/√2. We have to find principal value of sin inverse 1/√2. Sin inverse 1/√2ന്റെ പ്രിൻസിപ്പൽ വാല്യൂ എന്താണെന്നുള്ളതാണ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ എങ്ങനെ ചെയ്യാം? ഹിയർ ഫംഗ്ഷൻ എന്താ നമുക്ക് തന്നുള്ളത്? y ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 1/√2 ആണെങ്കിൽ സൈൻ വൈ ഈക്വൽ ടു എന്താ വരിക? സൈൻ വൈ ഈക്വൽ ടു 1/√2 എന്ന് വന്നു. എങ്ങനെ സൈൻ വൈ വന്നത്? നമ്മൾ സൈൻ ഇൻവേഴ്സിനെ മാത്രം ഈക്വൽ ടുവിന്റെ പുറത്തേക്ക് നൈസായിട്ട് കൊണ്ടുവന്നു. ഓക്കെ, അപ്പൊ എന്തായി? സൈൻ വൈ ഈക്വൽ ടു 1/√2 എന്ന് കിട്ടി. ഇനി 1/√2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം സൈനിന്റെ കേസിൽ സൈൻ 45 ഡിഗ്രി ആണ് എന്ത്? 1/√2 അല്ലെ. സൈൻ 45നെ നമുക്ക് റേഡിയൻ മെഷറിൽ എഴുതുകയാണെങ്കിൽ സൈൻ π/4 ഈക്വൽ ടു ആണ് എന്ത്? 1/√2. ഇത് നമുക്കറിയാവുന്ന ഒരു ഐഡന്റിറ്റി ആണ് അല്ലെ, ഒരു ആംഗിൾ ആണ്. അപ്പൊ സൈൻ π/4. അപ്പൊ ഞാൻ ഇനി 1/√2ന്റെ പ്ലേസിൽ സൈൻ വൈ ഈക്വൽ ടു സൈൻ π/4 എന്ന് എഴുതി. ഇതിന്റെ മീനിങ് എന്താ? സൈൻ വൈയും സൈൻ π/4 ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ വൈന്റെ വാല്യൂ എന്താ വരിക? π/4 അല്ലേ. വൈ ഈക്വൽ ടു π/4 എന്ന് വരും. ഓക്കെ, ഈ വൈന്റെ വാല്യൂ ആണ് നമ്മളിവിടെ എന്ത് ഉദ്ദേശിക്കുന്നത്? പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് എന്ന് ഉദ്ദേശിക്കുന്നത്. പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് ദി ഫംഗ്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്കറിയാം
സൈൻ ഇൻവേഴ്സ് ഫംഗ്ഷന്റെ റേഞ്ച് എന്താണ്? പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്താണ്? ദ റേഞ്ച് ഓഫ് സൈൻ ഇൻവേഴ്സ് ഈസ്, എന്താ സൈൻ ഇൻവേഴ്സിന്റെ റേഞ്ച് എന്താ? -π/2 to π/2 ആണ്. ദാറ്റ് ഈസ് -90 മുതൽ 90 ആണ്. അപ്പോൾ നമ്മളറിയാം പ്രിൻസിപ്പൽ വാല്യൂ ഓൾവേസ് എന്താവണം? നമുക്ക് കിട്ടിയ ഈ ഫംഗ്ഷന്റെ സൈൻ ഇൻവേഴ്സ് ഫംഗ്ഷന്റെ പ്രിൻസിപ്പൽ വാല്യൂ എന്താവണം? ഈ റേഞ്ചോ അതിന്റെ ഉള്ളിലുള്ള ആളോ ആയിരിക്കണം. ഒന്നല്ലെങ്കിൽ π/2 അല്ലെങ്കിൽ -π/2 ആയിരിക്കണം, അല്ലെങ്കിൽ ഈ -90 90 ഉള്ളിലുള്ള ഒരു ആംഗിൾ ആയിരിക്കണം. അപ്പോൾ നമുക്ക് കിട്ടിയത് എന്താണ്? π/4 വിച്ച് ഈസ് 45 ഡിഗ്രി. 45 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 0 കഴിഞ്ഞ് 0ന്റെ 90ന്റെ ഇടയിലുള്ള ഒരു ആംഗിൾ ആണ് അല്ലേ? അപ്പോൾ അല്ലെങ്കിൽ -90 90ന്റെ ആംഗിൾ ആണ്. therefore നമുക്ക് എന്ത് പറയാം? hence പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് ദി ഫംഗ്ഷൻ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ വാല്യൂ ഈസ് π/4. പ്രിൻസിപ്പൽ വാല്യൂ എന്താണ്? π/4 ആണ്. ക്ലിയർ ആണല്ലോ? വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം ആണ്. വീഡിയോ പോസ് ചെയ്തിട്ട് നോട്ട് ചെയ്യാം കേട്ടോ. ടെക്സ്റ്റ് ബുക്കിലെ എക്സാമ്പിൾ നമ്പർ 2, ഫൈൻഡ് ദി പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് ദി ഫംഗ്ഷൻ. എന്താണ് ഫംഗ്ഷൻ തന്നിട്ടുള്ളത്? y ഈക്വൽ ടു കോട്ട് ഇൻവേഴ്സ് -1/√3. കോട്ട് ഇൻവേഴ്സ് -1/√3. ഇവിടെ നമുക്ക് ആംഗിളിന്റെ കൂടെ ഒരു മൈനസ് ഉണ്ട് അല്ലേ? ആംഗിളിന്റെ കൂടെ മൈനസ് വരുമ്പോൾ നമുക്ക് കുറച്ച് ആൾക്കാരെ ഒന്ന് കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. കുറച്ച് ആൾക്കാർ ഒരു ടേബിൾ ഉണ്ട്, ഒന്ന് നോക്കാം. ആംഗിളിന്റെ കൂടെ മൈനസ് വരുമ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് നോക്കാം. ആംഗിളിന്റെ കൂടെ മൈനസ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആരൊക്കെ കൂടെ മൈനസ് വരാം? ഒന്ന് സൈൻ ഇൻവേഴ്സ് -x വരാം. സൈൻ ഇൻവേഴ്സ് -x എന്താണ്? അതുപോലെ ടാൻ ഇൻവേഴ്സ് -x എന്താണ്? ഓക്കെ, ഈ എഴുതുന്ന കാര്യങ്ങൾ നമ്മൾ അതുപോലെ തന്നെ എന്ത് ചെയ്യുക? ഒന്ന് ബൈഹാർട്ട് ചെയ്യാം. കൊസീക്ക് ഇൻവേഴ്സ് -x എന്താണ്? ഈക്വൽ ടു. ഓക്കെ, ഈ മൂന്നാൾക്കാർ എന്താണ്? ഒരു ടീമാണ് കേട്ടോ. ഇനി അടുത്ത ടീം കോസ് ഇൻവേഴ്സ് -x, ദെൻ സീക്ക് ഇൻവേഴ്സ് -x ആൻഡ് കോട്ട് ഇൻവേഴ്സ് -x. ഈ മൂന്നാൾക്കാർ വേറൊരു ടീമാണ്. എന്തിനാ ഞാൻ ഇങ്ങനെ ടീമാക്കിയത്? നമ്മളെ ക്വസ്റ്റ്യനിൽ കോട്ട് ഇൻവേഴ്സ് -x, സൈൻ ഇൻവേഴ്സ് -x എന്നുള്ള ഒരു ടേം നമുക്ക് പ്രിൻസിപ്പൽ വാല്യൂ കാണാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ടീമിന്റെ സ്വഭാവം നോക്കിയിട്ട് നമ്മൾ അതിന് ഒരാളെ സെലക്ട് ചെയ്യണം. ഓക്കെ, നമുക്ക് ആവശ്യമുള്ള ആളെ സെലക്ട് ചെയ്യണം. എന്താണ് ടീമിന്റെ സ്വഭാവം? സൈൻ ഇൻവേഴ്സ് -x-നെ നമുക്ക് എങ്ങനെ എഴുതിയാൽ മതി? -sin ഇൻവേഴ്സ് x എന്ന് എഴുതിയാൽ മതി. എന്ത് ചെയ്താൽ മതി? -sin ഇൻവേഴ്സ് x. അതുപോലെ തന്നെ ടാൻ ഇൻവേഴ്സ് -x-ന് എന്ത് മതി? -tan ഇൻവേഴ്സ് x എന്ന് എഴുതിയാൽ മതി. കൊസീക്ക് ഇൻവേഴ്സ് -x-ന് എന്ത് എഴുതിയാൽ മതി? -cosec ഇൻവേഴ്സ് -x എന്ന് എഴുതിയാൽ മതി. ക്ലിയർ ആണല്ലോ? ഈ മൂന്നാൾക്കാരെ ആ മൈനസിന് എന്ത് ചെയ്യുക? നേരെ എടുത്തിട്ട് ആ സൈനിന്റെ അല്ലെങ്കിൽ ടാനിന്റെ കൊസീക്കിന്റെ മുന്നിൽ കൊണ്ടുവന്നിടുക. ഈ മൂന്നാൾക്കാർക്ക് മാത്രം ബാധകമായിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ്. ഓക്കെ, ഇനി അടുത്ത മൂന്നാൾക്കാരെ പ്രത്യേകം എന്താ? കോസ് ഇൻവേഴ്സ് -x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? കോസ് ഇൻവേഴ്സ് -x-നെ നമുക്ക് എങ്ങനെ എഴുതണം? π - കോസ് ഇൻവേഴ്സ് x എന്ന് എഴുതണം. ക്ലിയർ ആണല്ലോ? അപ്പൊ സീക്ക് ഇൻവേഴ്സ് -x-നെ എങ്ങനെ എഴുതണം? π - സീക്ക് ഇൻവേഴ്സ് x എന്ന് എഴുതണം. കോട്ട് ഇൻവേഴ്സ് x-നെ എങ്ങനെ എഴുതണം? π - കോട്ട് ഇൻവേഴ്സ് x എന്ന് എഴുതണം. അപ്പൊ ഈ മൂന്നാൾക്കാർക്ക് ഒരു റൂളും, സൈനിന്റെ റെസിപ്രോക്കലും ടാനിനും എന്ത്? ഒരു റോളും. അപ്പൊ സൈന് ടാൻ കൊസീക്ക് വന്നു കഴിഞ്ഞാൽ -x വന്നാൽ മൈനസിന് നേരെ ഫ്രണ്ട് ഇടുക. അടുത്ത മൂന്നാൾക്കാർക്ക് മൈനസ് വന്നു കഴിഞ്ഞാൽ π - ആളെ ചെയ്യാം. അപ്പൊ നമ്മളിവിടെ ക്വസ്റ്റ്യൻ എന്താ? കോട്ട് ഇൻവേഴ്സ് ഓഫ് -√3 ആണ്. അപ്പൊ നമ്മൾ ഏത് ആളാണ്, നമ്മൾ ഏത് റൂളാണ് യൂസ് ചെയ്യുന്നത്? കോട്ട് ഇൻവേഴ്സിന്റെ റൂളാണ്. അപ്പൊ ഈ ഒരു ഫംഗ്ഷനെ നമുക്ക് എങ്ങനെ എഴുതാം? y ഈക്വൽ ടു കോട്ട് ഇൻവേഴ്സ് എന്നാണ്, π മൈനസ്, എങ്ങനെ എഴുതാ? π - കോട്ട് ഇൻവേഴ്സ് 1/√3 എന്ന് എഴുതാം. π - കോട്ട് ഇൻവേഴ്സ് 1/√3 എന്ന് എഴുതാം. ഓക്കെ, ഇനി നമുക്കറിയാം എന്താണ് കോട്ട് ഇൻവേഴ്സ് 1/√3 എന്ന് പറഞ്ഞാല്? കോട്ടിൽ എപ്പോഴാണ് ആംഗിൾ വരുമ്പോൾ 1/√3 എന്ന് വരിക? നമുക്കറിയാം കോട്ട് ഇൻവേഴ്സ് 1/√3 എന്ന് പറഞ്ഞാല്
കോട്ട് π/3 ആണ് അല്ലേ? കോട്ട് π/3 ആണ് എന്ത്? 1/√3. കോട്ട് π/3 1/√3 ആണ് എന്നുണ്ടെങ്കിൽ കോട്ട് ഇൻവേഴ്സ് 1/√3 എന്താ വരിക? π/3 ആണ് വരിക. ക്ലിയർ ആണോ? കോട്ട് π/3 = 1/√3 ആണ്. നമുക്ക് അറിയാവുന്ന ആംഗിൾ ആണ്, നമ്മുടെ ടേബിളിൽ നിന്ന് എടുത്ത വാല്യൂ ആണ്. അങ്ങനെയെങ്കിൽ കോട്ട് ഇൻവേഴ്സ്, ഈ കോട്ടിനപ്പുറം കൊണ്ടുപോയ എന്തായി? കോട്ട് ഇൻവേഴ്സ് 1/√3ക്ക് നമുക്ക് എന്ത് എഴുതാം? π/3 എന്ന് എഴുതിക്കൂടെ? അപ്പൊ ഇവിടെ y = എന്തായി? y = π മൈനസ് കോട്ട് ഇൻവേഴ്സ് 1/√3ക്ക് പകരം ഇനി ആരെഴുതാ? π/3 എന്ന് എഴുതാം. π മൈനസ് π/3, ദാറ്റ് ഈസ് y = ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 3π മൈനസ് π ഡിവൈഡഡ് ബൈ 3 എന്ന് കിട്ടും. ദാറ്റ് ഈസ് y = 3π എന്നൊരു പൈ പോയി കഴിഞ്ഞാൽ എന്താ? 2π/3 എന്ന് വരും. y = 2π/3 എന്ന് വരും. ഓക്കെ, 2π/3. 2π/3 എന്ന് പറയുന്നത് ആംഗിൾ എത്ര വരുന്നത്? നമുക്ക് ഇതിന്റെ ഡിഗ്രി മെഷർ എന്ന് പറഞ്ഞാൽ 2 × 180 360/3 എന്ന് പറഞ്ഞാൽ 12 വരും അല്ലേ? അപ്പോൾ 120 ഡിഗ്രിയാണ്, 120 ഡിഗ്രിയാണ് നമ്മളെ y എന്നുള്ള പ്രിൻസിപ്പൽ വാല്യൂ ഈ ഒരു ഫംഗ്ഷന്റെ നമുക്ക് കിട്ടിയത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെ പ്രിൻസിപ്പൽ വാല്യൂ ആയിട്ട് പ്രഖ്യാപിക്കാൻ കഴിയോ? ഇല്ല. അതാ എന്ത് ചെയ്യണം? നമ്മളെ കോട്ട് ഇൻവേഴ്സിന്റെ റേഞ്ചിന്റെ ഉള്ളിലുള്ള ആളാണോ എന്ന് ചെക്ക് ചെയ്യണം. അതിന് റേഞ്ച് ഓഫ് കോട്ട് ഇൻവേഴ്സ് എക്സ് ഈസ് എന്താണ്? കോട്ട് ഇൻവേഴ്സ് എക്സിന്റെ റേഞ്ച് എന്താണ്? 0 to π ആണ് അല്ലേ? കോട്ട് ഇൻവേഴ്സ് എക്സിന്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ 0 to ക്ലോസ്ഡ് ബ്രാക്കറ്റ് 0 to π ആണ്. ഓക്കെ, 0 to π ആണ് നമ്മളെ കോട്ട് ഇൻവേഴ്സ് എക്സിന്റെ റേഞ്ച് വരുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മൾ 0 to π എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0 to 180 ഡിഗ്രി. 0 & 180 ഉള്ളിലുള്ള ആളാണോ 120? അബ്സല്യൂട്ട്ലി അല്ലേ? റൈറ്റ് ആൻസർ. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഹെൻസ് പ്രിൻസിപ്പൽ വാല്യൂ ഈസ് എത്രയാണ്? 2π/3 ആണ് എന്ത്? ഗിവൺ ഫംഗ്ഷന്റെ പ്രിൻസിപ്പൽ വാല്യൂ. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ വീഡിയോ പോസ് ചെയ്ത് വളരെ വൃത്തിയായിട്ട് എന്ത് ചെയ്യുക? നോട്ട് ചെയ്തെടുക്കാം. ഓക്കെ, എക്സസൈസ് ക്വസ്റ്റ്യൻസ് ആണ് ഇനി നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത്. എക്സസൈസ് 2.1 ഫസ്റ്റ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ 2.1 ഫസ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻസ് വരുന്നത് ഫൈൻഡ് ദി പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് ദി ഫംഗ്ഷൻ. ഓരോ ഫംഗ്ഷൻസ് തന്നിട്ടുണ്ട്, ഓരോന്നിന്റെയും പ്രിൻസിപ്പൽ വാല്യൂ എന്താണെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ എന്താണ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ? എന്താണ്? സൈൻ ഇൻവേഴ്സ് ഓഫ് -1/2 അല്ലേ? ഇയർ y = എന്താണ്? സൈൻ ഇൻവേഴ്സ് ഓഫ് -1/2. സൈൻ ഇൻവേഴ്സ് ഓഫ് -1/2 നമുക്കറിയാം. സൈൻ ഇൻവേഴ്സ് ഓഫ് -1/2 നമ്മൾ രണ്ട് ഗ്രൂപ്പ് പഠിച്ചു അല്ലേ? സൈൻ ഇൻവേഴ്സ് ഓഫ് -x-ഉം കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് -x-ഉം അതുപോലെ തന്നെ ടാൻ ഇൻവേഴ്സ് ഓഫ് -x-ഉം ഒരു ഗ്രൂപ്പിലാണ് അല്ലേ? അതിൻ്റെയൊക്കെ ആൻസർ എന്താ വരിക? മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സ് മൈനസ് കൊസീക്ക് ഇൻവേഴ്സ് എക്സ് മൈനസ് ടാൻ ഇൻവേഴ്സ് എക്സ്. അപ്പൊ ഇതിവിടെ ആൻസർ എന്താ വരിക? സൈൻ ഇൻവേഴ്സ് ഓഫ് -x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എടുക്കാം? മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സ് എന്നുള്ളത് എടുക്കാം. ഓക്കെ, അപ്പൊ ഹിയർ എന്ത് വരും? y = മൈനസ് സൈൻ ഇൻവേഴ്സ് 1/2 എന്ന് വരും. ഓക്കെ, സൈൻ ഇൻവേഴ്സ് 1/2 എന്ന് വരും. ഇനി എന്താണ് സൈൻ ഇൻവേഴ്സ് 1/2? നമുക്ക് പ്രിൻസിപ്പൽ വാല്യൂ നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ തന്നെ എഴുതാം. സൈൻ ഇൻവേഴ്സ് 1/2 എത്ര? സൈൻ 1/2 വരുന്നത് ഏത് ആംഗിൾ ആണെന്നുള്ളത് നോക്കിയാൽ മതി. π/4 ആണ് അല്ലേ? അപ്പോൾ സോറി π/6 ആണ് അല്ലേ? അപ്പോൾ ഓൾറെഡി ഇവിടെ ഒരു മൈനസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിന് എന്ത് ചെയ്താം? മൈനസ് π/6 എന്നാണ് ഇതിന്റെ ആൻസർ വരിക. ഇനി ഈ -π/6 എന്നുള്ളത് നമ്മളെ വാല്യൂ റേഞ്ചിൽ വരുന്ന സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഫംഗ്ഷന്റെ റേഞ്ചിനകത്തുള്ള ആളാണെന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യല്ലേ? അപ്പോൾ ഇതിന്റെ റേഞ്ച് എന്താ? റേഞ്ച് ഓഫ് സൈൻ ഇൻവേഴ്സ് ഫംഗ്ഷന്റെ റേഞ്ച് എന്താ വരുന്നത്? -π/2 മുതൽ ഏത് വരെ? π/2 വരെയാണ് ക്ലോസ്ഡ് ബ്രാക്കറ്റ്. അതായത് -90 മുതൽ 90 വരെ. നമുക്ക് ഇവിടെ കിട്ടിയ ആംഗിൾ എത്രയാണ്? -30 ഡിഗ്രിയാണ് അല്ലേ? അപ്പൊ -90ന്റെ ഉള്ളിലുള്ള ആളാണല്ലോ -30. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഹിയർ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് ഗിവൺ ഫംഗ്ഷൻ പ്രിൻസിപ്പൽ വാല്യൂ ഈസ് -π/6 ആണ് ഇവിടുത്തെ പ്രിൻസിപ്പൽ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എക്സസൈസ് നമ്പർ 2.1 സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. കോസ് ഇൻവേഴ്സ് ഓഫ് √3/2. ഇവിടെ ഫംഗ്ഷൻ എന്താണ്? y = കോസ് ഇൻവേഴ്സ് ഓഫ് √3/2. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? കോസിനെ ഇപ്പുറം കൊണ്ടുവന്നു കഴിഞ്ഞാൽ കോസ് y =
√3/2. കോസിന്റെ കേസിൽ എപ്പോഴാണ് √3/2 വരുന്നത്? π/6 അല്ലേ? വൈന്റെ വാല്യൂ π/6 വരുമ്പോഴാണ്. അപ്പൊ നമുക്കറിയാം കോസ് π/6 ആണ് എന്ത് വരുന്നത്? √3/2 വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? ഹിയർ y = π/6 ആണ് ഇവിടെ ആൻസർ വരിക. π/6 എന്ന് പറഞ്ഞാൽ എത്രയുടെ ആംഗിൾ വരുന്നത്? 30 ഡിഗ്രി ആണ് അല്ലേ? ഇനി എന്താണ് കോസിന്റെ പ്രിൻസിപ്പൽ വാല്യൂ റേഞ്ച് എന്താ വരുന്നത്? പ്രിൻസിപ്പൽ വാല്യൂ റേഞ്ച് എന്താ വരുന്നത്? റേഞ്ച് = കോസിന്റെ റേഞ്ച് എന്താണ്? 0 to π ആണ് അല്ലേ? 0 to π എന്ന് പറയുമ്പോൾ 0 മുതൽ 180 വരെ. 0 and 180ന്റെ ഇടയിലാണല്ലോ π/6, 30 ഡിഗ്രി എന്ന് പറഞ്ഞാല്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ദ പ്രിൻസിപ്പൽ വാല്യൂ ഈസ് ഓഫ് ദി ഫംഗ്ഷൻ ഈസ് എത്രയാണ് വരുന്നത്? π/6. π/6 ആണ് നമ്മളെ പ്രിൻസിപ്പൽ വാല്യൂ. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ, എക്സസൈസ് നമ്പർ 2.1 തേർഡ് ക്വസ്റ്റ്യൻ കേട്ടോ. ഇത് തേർഡ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ 3, 2 എന്നാണ് ഇട്ടുള്ളത് അല്ലേ? ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ ആണ്. എന്താണ് തേർഡ് ക്വസ്റ്റ്യൻ? കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് 2 ആണ് അല്ലേ? നമ്മളെ y എന്നുള്ള ഫംഗ്ഷൻ എന്താണ്? കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് 2 ആണ് ഫംഗ്ഷൻ വരുന്നത്. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഓക്കെ, ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? കൊസീക്ക് y = 2 എന്ന് എഴുതാം. കൊസീക്ക് y = 2. കൊസീക്കിന്റെ ഏത് കേസിലാണ് നമുക്ക് അവിടെ 2 വരുന്നത്? ഏതിലാണ്? π/6 തന്നെയാണ് അല്ലേ? അപ്പോൾ നമുക്കറിയാം കൊസീക്ക് π/6 എന്താണ്? 2 ആണ്. അപ്പോൾ നമുക്കിവിടെ ആൻസർ എന്താ എഴുതാം? ഹിയർ y = π/6 ആണ്. ഓക്കെ, എന്താണ് കൊസീക്കിന്റെ റേഞ്ച് എന്താ വരുന്നത്? കൊസീക്കിന്റെ റേഞ്ച് എന്താ? കൊസീക്കിന്റെ റേഞ്ച് വരുന്നത് റേഞ്ച് റേഞ്ചിൽ ആരൊക്കെ വരുന്നത്? നമ്മൾ ക്ലോസ്ഡ് ബ്രാക്കറ്റ് -π/2 സൈനിന്റെ അതേ തന്നെയാണ് π/2 എക്സെപ്റ്റ് 0 അല്ലെ? 0 അല്ലാത്ത -90 മുതൽ 90 വരെയുള്ള എല്ലാ ആംഗിൾസും 0 ഇല്ലാത്തത്. നമുക്ക് ഇവിടെ കിട്ടിയ ആംഗിൾ എത്ര? π/6, അതായത് 30 ഡിഗ്രി ആണ് അല്ലെ? അപ്പൊ നമുക്ക് എന്ത് പറയാ? പ്രിൻസിപ്പൽ വാല്യൂ ഈസ് π/6. π/6 ആണ് എന്ത് വരുന്നത്? ഇതിന്റെ പ്രിൻസിപ്പൽ വാല്യൂ. റേഞ്ചിന്റെ ഉള്ളിലുള്ള ആളെന്നെയാണ് നമുക്കിവിടെ പ്രിൻസിപ്പൽ വാല്യൂ ആയിട്ട് വരുന്നത്. ക്ലിയർ ആണല്ലോ? വീഡിയോ പോസ് ചെയ്യുക, നോട്ട് ചെയ്തെടുക്കട്ടോ. എക്സസൈസ് 2.1 ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ്. നമുക്കിവിടെ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. y = tan ഇൻവേഴ്സ് ഓഫ് -√3 ആണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം ടാൻ എന്നുള്ളത് ഫസ്റ്റ് ഗ്രൂപ്പിൽ വരുന്ന ആളാണ് അല്ലെ? നമ്മൾ 2 ഗ്രൂപ്പായിട്ട് ഇതിനെ മൈനസ് വരുന്ന ഫംഗ്ഷനെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ എങ്ങനെയെങ്കിൽ എന്താണ് ടാൻ ഇൻവേഴ്സ് ഓഫ് -x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? -tan ഇൻവേഴ്സ് x എന്ന് എഴുതാം. ഓക്കെ, ഇത് പ്രകാരം ഈ ഒരു ക്വസ്റ്റ്യനെ നമുക്ക് എന്ത് എഴുതാം? y = -tan ഇൻവേഴ്സ് ഓഫ് √3 എന്ന് എഴുതാം. -tan ഇൻവേഴ്സ് ഓഫ് √3 എന്ന് എഴുതാം. ടാനിൽ എപ്പോഴാണ് √3 വാല്യൂ വരുന്നത്? ഏത് ആംഗിൾ കൊടുക്കുമ്പോഴാണ് ടാനിന്? അതായത് π/3 എന്നുള്ള ആംഗിൾ കൊടുക്കുമ്പോഴാണ് അല്ലെ? അപ്പൊ നമുക്ക് എന്ത് ചെയ്താ? y = -π/3 ആണ് എന്ത് ഇതിന്റെ ആൻസർ വരുന്നത്. ഇനി നമുക്ക് ടാനിന്റെ റേഞ്ച് എന്താ എന്നുള്ളത് പരിശോധിക്കാം. റേഞ്ച് എന്താണ്? ഹിയർ റേഞ്ച് -π/2. ഇവിടെ ഓപ്പൺ ബ്രാക്കറ്റ് ആണ്. -90 മുതൽ +90 വരെയുള്ള, ഇൻക്ലൂഡിങ് 90 ആണോ -90 ആണോ? അല്ല, ഇൻക്ലൂഡിങ് അല്ലാത്ത ബാക്കി എല്ലാ ആംഗിളും. പക്ഷെ നമുക്കിവിടെ π/3 എന്ന് പറഞ്ഞാൽ എത്ര ആംഗിൾ? -60 ആണല്ലേ? -60 ഇതിൽ ഇൻക്ലൂഡിങ് ആയതുകൊണ്ട് തന്നെ, ഈ ഒരു റേഞ്ചിൽ ഇൻക്ലൂഡിങ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? പ്രിൻസിപ്പൽ വാല്യൂ ഈസ് -π/3 ഈസ് ദ ഗിവൺ ഓഫ് ദി ഗിവൺ ഫംഗ്ഷൻ. ഓക്കെ, ഇനി എക്സസൈസ് 2.1 ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഫംഗ്ഷൻ എന്താ തന്നുള്ളത്? y = cos ഇൻവേഴ്സ് ഓഫ് -1/2 ആണ് നമുക്ക് ഫംഗ്ഷൻ തന്നുള്ളത്. നമുക്കറിയാം ഈ കോസ് ഇൻവേഴ്സ് -x എന്ന് പറഞ്ഞാല് രണ്ടാമത്തെ ഗ്രൂപ്പിലുള്ള ആളാണ് അല്ലെ? അപ്പോ എന്താണ് കോസ് ഇൻവേഴ്സ് ഓഫ് -x നെ നമുക്ക് എങ്ങനെ എഴുതാം? π - cos ഇൻവേഴ്സ് x എന്ന് എഴുതാം. π - cos ഇൻവേഴ്സ് x എന്നുള്ളത് എഴുതണം. ഓക്കെ, അപ്പൊ അത് പ്രകാരം നമുക്ക് ഇവിടെ എങ്ങനെ കിട്ടും? y = π - cos ഇൻവേഴ്സ് x. ന്റെ പ്ലേസിൽ ആരാണ് ഇവിടെ? 1/2 ആണ് അല്ലെ? കോസ് ഇൻവേഴ്സ് 1/2 എന്ന് വരും. ഓക്കെ, π - cos ഇൻവേഴ്സ് 1/2 എന്ന് വരും. കോസ് ഇൻവേഴ്സ് 1/2 എന്ന് പറഞ്ഞാൽ ഏത് ആംഗിൾ വരുമ്പോഴാണ് 1/2 വരുന്നത്? π/3 വരുമ്പോഴാണ് അല്ലെ? ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്താ? y =
ആ ഹലോ. വലൈക്കും സലാം. ചെറിയൊരു തിരക്കില്ല പറ. ഞാൻ പഠിച്ചു വരുന്നുള്ളൂ, ഒന്നാമത്തെ മൊഡ്യൂൾ കഴിഞ്ഞുള്ളൂ. നമുക്ക് മെയിൽ ഇരിക്കുക ഫസ്റ്റിൽ കേട്ടോ. ആ ആ ആ ആ ആ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ആ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ. മനസ്സിലാം. 5 - π/3 എന്ന് വരും അല്ലേ. നമ്മൾ ഇതിനെ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ y ഈക്വൽ ടു 3π - π/3 ഈക്വൽ ടു 2π/3 എന്ന് വരും. 2π/3 എന്ന് പറയുമ്പോൾ നമ്മൾ അതിന്റെ ഡിഗ്രി മെഷറിൽ അതിന്റെ ആംഗിൾ എടുത്തു കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ് എക്സാക്ട് വാല്യൂ 120 ഡിഗ്രി എന്ന് വരും. ഓക്കെ, എന്താണ് കോസ് ഇൻവേഴ്സ് എന്നുള്ള ഫംഗ്ഷന്റെ റേഞ്ച് എന്താ വരുന്നത് നമുക്കൊന്ന് നോക്കാം. ഇത് റേഞ്ചിലുള്ള ആളാണോ എന്നുള്ളത്, നമ്മളെ റേഞ്ച് പരിധിയിലുള്ള ആളാണോ എന്നുള്ളത് നോക്കാം. എന്താണ് കോസ് ഇൻവേഴ്സ് എക്സിന്റെ റേഞ്ച്? 0 to π ആണ് അല്ലെ. 0 to π ആണ് അല്ല, സോറി, ക്ലോസ്ഡ് ബ്രാക്കറ്റ് 0 to π ആണ് അല്ലെ. ക്ലോസ്ഡ് ബ്രാക്കറ്റ് 0 to π ആണ്. 0 to π എന്ന് പറയുമ്പോൾ 0 മുതൽ എത്ര വരെ? 180 ഡിഗ്രി വരെ. അപ്പോൾ 180ന്റെ ഉള്ളിലാണ് ആര് വരുന്നത്? 120 വരുന്നത്. ദെർഫോർ നമുക്ക് എന്ത് പറയാം? പ്രിൻസിപ്പൽ വാല്യൂ ഈസ് 2π/3 ആണ് ഗിവൺ ഫംഗ്ഷന്റെ പ്രിൻസിപ്പൽ വാല്യൂ. ഓക്കെ, ഇനി എക്സസൈസ് 2.1 6th ക്വസ്റ്റ്യൻ ആണ്. y ഈക്വൽ ടു, ഇവിടെ ഫംഗ്ഷൻ എന്താ? y ഈക്വൽ ടു tan ഇൻവേഴ്സ് ഓഫ് -1 ആണ് നമ്മളെ ഫംഗ്ഷൻ. y ഈക്വൽ ടു tan ഇൻവേഴ്സ് ഓഫ് -1 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ tan ഇൻവേഴ്സ് ഓഫ് -1 എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഗ്രൂപ്പിലുള്ള ആളാണ്. നമുക്കറിയാം എന്താണ് tan ഇൻവേഴ്സ് ഓഫ് -x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? -tan ഇൻവേഴ്സ് x ആണ് അല്ലെ. tan ഇൻവേഴ്സ് ഓഫ് -x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -tan ഇൻവേഴ്സ് x ആണ്. നമ്മൾ ഗ്രൂപ്പ് ഫസ്റ്റത്തെ ഗ്രൂപ്പിലാണ്, സൈനിന്റെയും കൊസീക്കിന്റെയും ഒക്കെ ഗ്രൂപ്പിൽ വരുന്ന ആളാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ഗിവൺ ഫംഗ്ഷനെ നമുക്ക് എങ്ങനെ എഴുതാം? y ഈക്വൽ ടു -tan ഇൻവേഴ്സ് ഓഫ് 1 എന്ന് എഴുതാം അല്ലെ. എപ്പോഴാണ് tan ഇൻവേഴ്സ് 1 വരുന്നത്? tan 45-ലാണല്ലോ അല്ലെ, π/4. അപ്പൊ നമുക്ക് എന്ത് ചെയ്താ? y ഈക്വൽ ടു ഫംഗ്ഷൻ എന്താ വരുന്നത്? π/4 ആണ്, -π/4 ആണ് ഇതിന്റെ ആൻസർ വരുന്നത്. ഇനി നമ്മൾ ഈ വാല്യൂ നമ്മളെ റേഞ്ചിൽ വരുന്ന ആളാണോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. എന്താ ടാനിന്റെ റേഞ്ച്? ഇയർ റേഞ്ച് ഈക്വൽ ടു എന്താണ് വരുന്നത്? ഓപ്പൺ ബ്രാക്കറ്റ് -π/2 to π/2 ആണ് നമ്മളെ റേഞ്ച് വരുന്നത് അല്ലെ. ടാനിന്റെ റേഞ്ച് വരുന്നത് -π/2 to π/2, അതായത് -90 മുതൽ 90 വരെ. -90 90ന്റെ ഇടയിലാണല്ലോ -45. ദെർഫോർ നമുക്ക് എന്ത് പറയാം? പ്രിൻസിപ്പൽ വാല്യൂ ഈസ് -π/4. പ്രിൻസിപ്പൽ വാല്യൂ ഈസ് -π/4. ഓക്കെ, ഇതാണ് നമ്മളെ ഈ ഒരു ഫംഗ്ഷന്റെ ആൻസർ വരുന്നത്. ഓക്കെ, അപ്പോൾ വീഡിയോ പോസ് ചെയ്യുക, നോട്ട് ചെയ്തിരിക്കട്ടോ. എക്സസൈസ് 2.1 7th ക്വസ്റ്റ്യൻ ആണ്. ഹിയർ ഫംഗ്ഷൻ എന്താ തന്നുള്ളത്? പ്രിൻസിപ്പൽ വാല്യൂ കാണാൻ ഫംഗ്ഷൻ ഈക്വൽ ടു സീക്ക് ഇൻവേഴ്സ് ഓഫ് 2/√3 ആണ് നമുക്ക് ഫംഗ്ഷൻ തന്നുള്ളത്. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? സീക്ക് y ഈക്വൽ ടു 2/√3. ഓക്കെ, 2/√3 വരുന്നത് എത്ര ആംഗിൾ വരുന്നത്? സീക്ക് π/6 അല്ലേ. അപ്പൊ സീക്ക് y ഈക്വൽ ടു സീക്ക് π/6. ദെർഫോർ y ഈക്വൽ ടു എന്താ വരുന്നത്? π/6 ആണ് അല്ലെ. എന്താണ് സീക്കിന്റെ റേഞ്ച് എന്താ വരുന്നത്? സീക്കിന്റെ റേഞ്ച് വരുന്നത് റേഞ്ചിലുള്ള ആളാണോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. സീക്കിന്റെ റേഞ്ച് ഈക്വൽ ടു എന്താ വരുന്നത്? ക്ലോസർ ബ്രാക്കറ്റ് 0 to π ആണ്. പക്ഷെ ഇവിടെ ഒരാളെ കൺസിഡർ ചെയ്യില്ല. ആരെ കൺസിഡർ ചെയ്യാത്ത? π/2 ഒഴികെയുള്ള ബാക്കി എല്ലാവരും 0 to πന്റെ ഇടയിലുള്ള. നമുക്കിവിടെ π/6 എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രി ആണ് അല്ലെ. 30 ഡിഗ്രി എന്താണ്? 0 to 180ന്റെ ഇടയിലുള്ള ഒരു ആംഗിൾ ആയതുകൊണ്ട് നമുക്ക് ഇവിടെ എന്ത് ചെയ്താ? പ്രിൻസിപ്പൽ വാല്യൂ ഈസ് ഈക്വൽ ടു π/6 ആണ് പ്രിൻസിപ്പൽ വാല്യൂ ഗിവൺ ഫംഗ്ഷന്റെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എക്സസൈസ് 2.1 8th ക്വസ്റ്റ്യൻ. എന്താണ് എക്സസൈസ് 2.1 8th ക്വസ്റ്റ്യൻ? ഇയർ y ഈക്വൽ ടു കോട്ട് ഇൻവേഴ്സ് ഓഫ് √3 ആണ്. കോട്ട് ഇൻവേഴ്സ് ഓഫ് √3 ആണ്.
നമുക്കറിയാം കോട്ട് വൈ ഈക്വൽ ടു √3 ആണ്. വൈ ഏത് ആംഗിൾ വരുമ്പോഴാണ് നമുക്ക് കോട്ടിൽ √3 കിട്ടുക? 5/6 ആണ് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ കോട്ട് വൈ ഈക്വൽ ടു കോട്ട് 5/6 എന്ന് എഴുതാം. ദാറ്റ് ഈസ് വൈ ഈക്വൽ ടു എന്താണ്? 5/6. ഓക്കെ, ഇനി കോട്ടിന്റെ റേഞ്ച് എന്താ വരുന്നത്? കോട്ടിന്റെ റേഞ്ചിൽ ഉൾപ്പെടുന്ന ആളാണോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. 0 to π ആണ് ഇവിടെ കോട്ടിന്റെ റേഞ്ച് വരുന്നത്. 0 മുതൽ 180 വരെ. 5/6 എന്ന് പറഞ്ഞാൽ എത്ര ആംഗിൾ? 30 ഡിഗ്രി ആണ്. അതിൻ്റെ ഉള്ളിലുള്ള ആളാണ്. ദെർഫോർ പ്രിൻസിപ്പൽ വാല്യൂ ഈസ് എന്ത് തന്നെയാണ്? 5/6 ആണ് അതിന്റെ പ്രിൻസിപ്പൽ വാല്യൂ. ക്ലിയർ ആണല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? കോസ് ഇൻവേഴ്സ്. ഹിയർ വൈ ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് ഓഫ് -1/√2. നമുക്കറിയാം കോസ് ഇൻവേഴ്സ് എന്നുള്ള ഫസ്റ്റത്തെ ഗ്രൂപ്പിൽ, സെക്കൻഡ് ഗ്രൂപ്പിൽ വരുന്ന ആളാണ് അല്ലേ? അപ്പൊ എന്താണ് കോസ് ഇൻവേഴ്സ് മൈനസ് എക്സിന്റെ റിലേഷൻ? എന്താ? കോസ് ഇൻവേഴ്സ് ഓഫ് -x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതിനെ നമ്മൾ എങ്ങനെ എഴുതണം? പൈ മൈനസ് കോസ് ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് എഴുതണം. ഓക്കെ, അപ്പൊ അത് പ്രകാരം നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാം? y ഈക്വൽ ടു പൈ മൈനസ് കോസ് ഇൻവേഴ്സ് 1/√2 എന്ന് എഴുതാം അല്ലേ? 1/√2 എന്ന് എഴുതാം. എന്താണ് കോസ് ഇൻവേഴ്സ് 1/√2? ഏത് വാല്യൂ വരുമ്പോഴാണ് കോസ് ഇൻവേഴ്സ് 1/√2 തന്നെ? അതായത് 45 ഡിഗ്രിയില്ല, π/4ലാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ y ഈക്വൽ ടു പൈ മൈനസ് π/4 വരും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? y ഈക്വൽ ടു 4π മൈനസ് π/4. അതായത് y ഈക്വൽ ടു 3π/4 എന്ന് വരും. ഓക്കെ, 3π/4 എന്ന് പറയുമ്പോൾ എത്ര ആംഗിൾ? 3 × 180/4 എന്ന് പറയുമ്പോൾ 135 ഡിഗ്രി വരും. ഓക്കെ, എക്സാക്ട് വാല്യൂ 135 ഡിഗ്രി. എന്താണ് y എന്നുള്ള ഈ ഒരു ഫംഗ്ഷന്റെ റേഞ്ച് എന്താണ്? ഓക്കെ, എന്താണ് ഇവിടെ നമുക്ക് റേഞ്ച് വരുന്നത്? കോസ് ഇൻവേഴ്സ് എക്സിന്റെ റേഞ്ച് എന്താ വരുന്നത്? ഈക്വൽ ടു 0 to ക്ലോസ്ഡ് ബ്രാക്കറ്റ് 0 to π ആണ്. 0 മുതൽ 180 ഡിഗ്രി, അതിന്റെ ഇടയിലുള്ള ആൾ തന്നെയാണല്ലോ 135. ദെർഫോർ നമുക്ക് എന്ത് പറയാ? പ്രിൻസിപ്പൽ വാല്യൂ ഈസ് എത്രയാണ്? 3π/4 ആണ് എന്ത് വരുന്നത്? നമുക്കിവിടെ പ്രിൻസിപ്പൽ വാല്യൂ വരുന്നത്. ക്ലിയർ ആണല്ലോ? വീഡിയോ പോസ് ചെയ്യുക, നോട്ട് ചെയ്യുക കേട്ടോ. എക്സസൈസ് 2.1 10th ക്വസ്റ്റ്യൻ ആണ്. നമുക്കിവിടെ ഫംഗ്ഷൻ എന്താ തന്നുള്ളത്? y ഈക്വൽ ടു കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് -√2. കൊസീക്ക് ഇൻവേഴ്സ് -x എന്നുള്ളത് നമ്മൾ ഏത് ഗ്രൂപ്പിൽ വരുന്ന ആളാണ്? ഫസ്റ്റത്തെ ഗ്രൂപ്പിൽ വരുന്ന ആളാണ്. അപ്പൊ നമുക്ക് കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് -x നമുക്ക് എങ്ങനെ എഴുതാം? മൈനസ് കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് എക്സ് എന്നുള്ള രീതിയിൽ നമുക്ക് അതിനെ എഴുതാം. അപ്പൊ അത് പ്രകാരം ഇവിടെ y എന്നുള്ള ഫംഗ്ഷൻ എന്താവും? y മൈനസ് കൊസീക്ക് y ഈക്വൽ ടു മൈനസ് കൊസീക്ക് √2 എന്ന് വരും അല്ലേ? y ഈക്വൽ ടു മൈനസ് കൊസീക്ക് √2 എന്ന് വരും. എപ്പോഴാണ് കൊസീക്ക് √2 വരുന്നത്? π/4ലാണ് അല്ലേ? അപ്പോൾ ഇയർ നമുക്ക് എന്ത് എഴുതാം? y ഈക്വൽ ടു മൈനസ് π/4 ആണ് ഇതിന്റെ പ്രിൻസിപ്പൽ വാല്യൂ വരുന്നത്. ഇനി നമുക്കിത് റേഞ്ചിലുള്ളത് ആളാണോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കുക. ഇവിടെ കൊസീക്ക് ഇൻവേഴ്സ് എക്സിന്റെ റേഞ്ച് എന്ന് പറയുന്നത് എന്താണ്? സൈനിന്റെ അതേപോലെ തന്നെയാണ്. -π/2 മുതൽ π/2 വരെയാണ്. പക്ഷേ ഒരാളെ നമ്മൾ കൺസിഡർ ചെയ്യില്ല. അതാണ് ആള്. ആ ആളാണ് ആരാണ്? 0. ഓക്കെ, ഈ -π/2 -90 മുതൽ 90ന്റെ ഉള്ളിൽ ഉള്ള ആളാണോ -45 എന്ന് പറഞ്ഞാലേ? അബ്സല്യൂട്ട്ലി റൈറ്റ് ആൻസർ ആണ് അല്ലേ? അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ഇയർ പ്രിൻസിപ്പൽ വാല്യൂ ഈസ് -π/4. പ്രിൻസിപ്പൽ വാല്യൂ ഈസ് -π/4. ഓക്കെ, ക്ലിയർ ആണല്ലോ? വീഡിയോ പോസ് ചെയ്യാൻ, നോട്ട് ചെയ്യാം. എക്സസൈസ് 2.1 11th ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മൾ ഇതുവരെ ചെയ്ത ഓരോരോ ടേമിനെ ഒരു 1 2 3 ടേം തന്നിട്ടുള്ള ഒറ്റ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. എന്താ ക്വസ്റ്റ്യൻ? ടാൻ ഇൻവേഴ്സ് ഓഫ് 1 പ്ലസ് കോസ് ഇൻവേഴ്സ് ഓഫ് -1/2 പ്ലസ് സൈൻ ഇൻവേഴ്സ് ഓഫ് -1/2ന്റെ ടോട്ടൽ വാല്യൂ ആണ്. ഫൈൻഡ് ദ വാല്യൂ ആണ്. സിംഗിൾ വാല്യൂയിലേക്ക് നമുക്ക് ഇതിനെ മാറ്റണം. അപ്പൊ എങ്ങനെയാണ്, എന്തൊക്കെയാണ് ഉള്ളത്? ഫസ്റ്റ് ഇവിടെ ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. y ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് 1 ആണ് അല്ലേ? അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ടാൻ y ഈക്വൽ ടു 1 എന്ന് എഴുതാം. 1 ടാൻ വൈയിൽ എപ്പോഴാണ് നമുക്ക് കിട്ടുന്നത്? π/4ലാണ്, 45 ഡിഗ്രിയിലാണ്. അപ്പോൾ y ഈക്വൽ ടു എന്താണ് ഇവിടെ? π/4 ആണ് ഇതിന്റെ പ്രിൻസിപ്പൽ വാല്യൂ. ഇനി ടാനിന്റെ റേഞ്ച് എന്താ? ടാനിന്റെ റേഞ്ച് എന്ന് പറയുന്നത് നമ്മളെ ഓപ്പൺ ബ്രാക്കറ്റ്, ഇവിടെ റേഞ്ച് എന്താണ്? അതും കൂടി നമുക്ക് എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം. അത് പ്രിൻസിപ്പൽ വാല്യൂ നമുക്ക് കിട്ടിയ ഗിവൺ അവൈലബിൾ ആയ പ്രിൻസിപ്പൽ വാല്യൂ റേഞ്ചിന്റെ ഉള്ളിലുള്ള ആളാണോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യണം. എന്താണ്? ഓപ്പൺ ബ്രാക്കറ്റ് -π/2 to π/2 അല്ലേ? π/2 മുതൽ π/2 വരെയാണ് ഇതിന്റെ റേഞ്ച് വരുന്നത്. ദെർഫോർ എന്താണ്? പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് ടാൻ ഇൻവേഴ്സ് 1 തന്നെയാണ്, π/4 തന്നെയാണ്. കൺഫേം ആയി. ഇനി നമുക്ക് രണ്ടാമത്തെ ഫംഗ്ഷൻ എന്താണ്?
വൈ ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് -1/2 ആണ് അല്ലെ. കോസ് ഇൻവേഴ്സ് -1/2 നമ്മൾ എങ്ങനെ എഴുതണം? കോസ് ഇൻവേഴ്സ് -1/2 പൈ മൈനസ് എന്ത് എഴുതണം? കോസ് ഇൻവേഴ്സ് 1/2 എന്ന് എഴുതണം. എപ്പോഴാണ് നമുക്ക് കോസ് ഇൻവേഴ്സ് 1/2 വരിക? π/3 ആംഗിൾ വരുമ്പോഴാണ് അല്ലെ ആംഗിള്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? പൈ മൈനസ് π/3 എന്ന് വരും. പൈ മൈനസ് π/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ എന്താണ്? അതായത് അതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെ എങ്ങനെ കിട്ടും? 3π - π എന്ന് പറയുമ്പോൾ 2π/3 അല്ലേ. 2π/3 എന്നുള്ളത് എന്താണ്? നമ്മൾ കോസിന്റെ റേഞ്ച് 0 to π ഉള്ളിൽ വരുന്ന ആളാണ് അല്ലെ, 120 ഡിഗ്രി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇതാണ് രണ്ടാമത്തെ ടേമിന്റെ പ്രിൻസിപ്പൽ വാല്യൂ എന്നുള്ളത്. ഇനി ഇവിടെ മൂന്നാമത്തെ ടേം എന്താ എന്നുള്ളത്? മൂന്നാമത്തെ ടേം എന്താണ്? ഹിയർ y ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് -1/2. സൈൻ ഇൻവേഴ്സ് ഓഫ് -1/2 നമുക്ക് എങ്ങനെ എഴുതാം? -sin 1/2 എന്ന് എഴുതാം. -sin 1/2 എന്ന് പറയുമ്പോൾ അതിന്റെ ആംഗിൾ എത്ര വരിക? y ഈക്വൽ ടു π/6 ആണ് വരിക അല്ലെ. എന്താണ് സൈൻ ഇൻവേഴ്സിന്റെ റേഞ്ച് വരുന്നത്? ഈക്വൽ ടു ക്ലോസ്ഡ് ബ്രാക്കറ്റ് -π/2 മുതൽ π/2 വരെയാണ് ഇതിന്റെ റേഞ്ച് വരുന്നത്. നമുക്ക് റേഞ്ച് എന്താണ്? സൈൻ ഇൻവേഴ്സ് ഫംഗ്ഷന്റെ റേഞ്ച് എന്താണ്? -π/2 to π/2 ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ ഈ y ഈക്വൽ ടു അവിടെ ഓൾറെഡി ഒരു മൈനസ് ഉണ്ടല്ലോ. അപ്പൊ ഇവിടെ എന്ത് വരും? -π/6 എന്ന് വരും. ഓക്കെ, -π/6 എന്നുള്ള ആൻസർ ആണ്. അപ്പോൾ y ഈക്വൽ ടു -π/6 എന്നുള്ള എന്താണ്? നമ്മൾ ഈ റേഞ്ചിലുള്ള ആളാണ് അല്ലെ. മൈനസ് എത്ര വരും? -30 ഡിഗ്രി. -30 ഡിഗ്രി റേഞ്ചിലുള്ള ആളാണ്. അപ്പോൾ നമുക്ക് പ്രിൻസിപ്പൽ വാല്യൂ എന്താണ് ഫംഗ്ഷന്റെ? -π/6 ആണ്. ഇനി നമുക്ക് ഇതിന്റെ ടോട്ടൽ വാല്യൂ എന്താണെന്നുള്ളത് ചെക്ക് ചെയ്യാം. ടാൻ ഇൻവേഴ്സ് 1ന്റെ ഫസ്റ്റത്തെ വാല്യൂ എന്താണ്? π/4 ആണ്. പ്ലസ് ആര് വരും? രണ്ടാമത്തെ ടേം കോസ് ഇൻവേഴ്സ് x ആണ്. അപ്പൊ എന്ത് വരും? 2π/3 വരും. മൂന്നാമത്തെ ടേം -π/6 വരും. ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു 2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഒന്നും കൂടി നമുക്ക് ഈസി ആവും. π/4 പ്ലസ് 4π/6 -π/6. ഓക്കെ, ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? π/4 പ്ലസ് 4π പൈ പോയി കഴിഞ്ഞാൽ എന്താണ്? 3π/6 എന്ന് എഴുതാം. 4π 3π എന്നുള്ളത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 6π പ്ലസ് 12π/24 വരും. 12ഉം 6ഉം കൂടി പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ 18π/24 നമുക്ക് എങ്ങനെ എഴുതാം? 3π അല്ലേ 18 അല്ല. അപ്പൊ 3π/4 ആണ് ആൻസർ വരിക. 3π/4 ആണ് നമുക്ക് ഇതിന്റെ ആൻസർ വരിക. ഓക്കെ, അപ്പൊ ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യന്റെ വാല്യൂ എന്ന് പറയുന്നത്. വീഡിയോ പോസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? വളരെ അടിപൊളിയായിട്ട് എന്ത് ചെയ്യുക? നോട്ട് ചെയ്തെടുക്കുക. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് മറ്റൊരു സിമിലർ ക്വസ്റ്റ്യനും കൂടി തന്നിട്ടുണ്ട്. എക്സൈസ് 2.1 12th ക്വസ്റ്റ്യൻ. ഇവിടെ രണ്ട് ഫംഗ്ഷൻ ഉണ്ട് അല്ലെ. രണ്ട് ഫംഗ്ഷൻ മിക്സ് ചെയ്തിട്ടാണ്. ഫസ്റ്റ് ഫംഗ്ഷൻ എന്താ? y ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് ഓഫ് 1/2 ആണ്. y ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് ഓഫ് 1/2 പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? കോസ് y ഈക്വൽ ടു 1/2. കോസ് y എപ്പോഴാണ് 1/2 വരുന്നത്? π/3 വരുമ്പോഴാണ് അല്ലെ. അപ്പൊ yന്റെ വാല്യൂ എന്താണ്? π/3 ആണ്. എന്താണ് കോസ് ഫംഗ്ഷന്റെ റേഞ്ച് എന്താ വരുന്നത്? കോസ് ഫംഗ്ഷന്റെ റേഞ്ച് എന്താണ്? 0 to π ആണ് അല്ലെ. റേഞ്ച് ഈക്വൽ ടു ക്ലോസർ ബ്രാക്കറ്റ് 0 to π ആണ്. 0 മുതൽ 180 വരെ. 0ന്റെ 180ന്റെ ഇടയിലാണല്ലോ നമ്മൾ 60 എന്നുള്ള ആംഗിൾ. അപ്പോൾ പ്രിൻസിപ്പൽ വാല്യൂ എന്ത് തന്നെയാണ്? y ഈക്വൽ ടു π/3 ആണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ഫംഗ്ഷൻ എന്താ വരുന്നത്? ഹിയർ രണ്ടാമത്തെ ഫംഗ്ഷൻ y ഈക്വൽ ടു എന്താണ്? 2 സൈൻ ഇൻവേഴ്സ് ഓഫ് 1/2 ആണ്. 2 സൈൻ ഇൻവേഴ്സ് ഓഫ് 1/2 ആണ്. അതിൽ നമ്മൾ ആ സൈൻ ഇൻവേഴ്സ് ഓഫ് 1/2 മാത്രം അതിന്റെ വാല്യൂ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ വരും? സൈൻ ഇൻവേഴ്സ് ഓഫ് 1/2 എന്ന് പറഞ്ഞാൽ സൈനിന് ഏത് ആംഗിൾ വരുമ്പോഴാണ് നമുക്ക് 1/2 കിട്ടുക? സൈനിന് π/6 വരുമ്പോഴാണല്ലോ. അപ്പൊ അതിന് നമുക്ക് എന്ത് ചെയ്താം? 2 × π/6 എന്ന് എഴുതാം. ഓക്കെ, 2 × π/6 എന്ന് എഴുതാം. അപ്പോൾ π/6ഉം 2ഉം കൂടി ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ π/3 എന്നുള്ള വാല്യൂ കിട്ടും. ഈ π/6 എന്നുള്ളത് എന്താണ്? സൈൻ ഇൻവേഴ്സിന്റെ റേഞ്ചിന്റെ അകത്ത് വരുന്ന വാല്യൂ ആണ് അല്ലെ. അപ്പോൾ നമുക്ക് yന്റെ വാല്യൂ എന്ത് എഴുതാം? π/3 എന്നാണ് നമുക്ക് ഇവിടെ yനെ സിംപ്ലിഫൈ ചെയ്ത് കിട്ടുന്ന വാല്യൂ. ഓക്കെ, ഇനി ഇതിന്റെ ടോട്ടൽ വാല്യൂവിനെ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഇയർ π/3 പ്ലസ് 2 × π/6 നമ്മൾ സിംപ്ലിഫൈ ചെയ്തപ്പോൾ π/3 എന്ന് കിട്ടി. ഓക്കെ, π/3 പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്?
2π/3 ആണ് നമുക്ക് ഇതിന്റെ ആൻസർ ആയിട്ട് വരിക. ക്ലിയർ ആണല്ലോ? വീഡിയോ പോസ് ചെയ്തിട്ട് നോട്ട് ചെയ്യാം കേട്ടോ. എക്സസൈസ് 2.1 13th ക്വസ്റ്റ്യൻ ആണ്. ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ് തന്നിട്ടുള്ളത്. എന്താണ്? ഈ സൈൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു വൈ ആണ്. സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നത് വൈ ആണ്. സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നത് വൈ ആണ്. ദെൻ ചൂസ് ദി ഫോളോയിങ് കറക്റ്റ് വൺ. ഓക്കെ, എ എന്നുള്ളത് ഓപ്ഷൻ എ തന്നിട്ടുണ്ട്. വൈ എന്താണ്? 0π ഇൻ ബിറ്റ്വീൻ അടിയിലാണെന്നാണ് പറയുന്നത്. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു പൈ എന്നുള്ളത്. പി എന്താ പറയുന്നത്? -π/20 π/20 ഇടയിലാണെന്നാണ് പറയുന്നത്. സി എന്താ പറയുന്നത്? 0 to പൈൻ്റെ ഇടയിലാണ്. ഡി എന്ന് പറയുന്നത് π/2 ലെസ് ദാൻ ആണ്, ഈക്വൽ ടു ഇല്ല, ലെസ് ദാൻ വൈ ലെസ് ദാൻ π/2. നമുക്കറിയാം സൈൻ ഇൻവേഴ്സ് ഫംഗ്ഷന്റെ റേഞ്ച് എന്താ? സൈൻ ഇൻവേഴ്സ് ഫംഗ്ഷന്റെ റേഞ്ച് എന്താ? മൈനസ് ക്ലോസ്ഡ് ബ്രാക്കറ്റ് -π/2 ടു ഏത് വരെ? π/2. എന്താ ക്ലോസ്ഡ് ബ്രാക്കറ്റിന്റെ മീനിങ്? നമ്മൾ കഴിഞ്ഞ വർഷം ലീനിയർ ഇനീക്വാലിറ്റി എന്നുള്ള ചാപ്റ്ററിൽ ബ്രാക്കറ്റ്, ഓപ്പൺ ബ്രാക്കറ്റ്, ക്ലോസ്ഡ് ബ്രാക്കറ്റ് ഒക്കെ പഠിച്ചതാണല്ലേ. അതായത് y എന്നുള്ള ഫംഗ്ഷൻ എന്താവണം? ലെസ് ദാൻ ഓർ ഈക്വൽ ടു -π/2 ആവണം, അല്ലെങ്കിൽ ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു π/2. അതായത് വൈൻ്റെ വാല്യൂ ഇൻക്ലൂഡിങ് -π/2 ആൻഡ് π/2 ആണ് അല്ലേ. അപ്പോൾ ഓപ്ഷന് നമുക്ക് ഏതാ ആൻസർ വരിക? ബി ആണ് നമുക്ക് കറക്റ്റ് ഓപ്ഷൻ ആൻസർ ആയിട്ട് വരിക. ക്ലിയർ ആണല്ലോ? വീഡിയോ പോസ് ചെയ്തിട്ട് നോട്ട് ചെയ്യാം കേട്ടോ. എക്സസൈസ് 2.1 14th ക്വസ്റ്റ്യൻ ആണ്. നമുക്കിവിടെ ഒരു ഫംഗ്ഷൻ, ഒരു വലിയൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഫൈൻഡ് വാല്യൂ, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ tan ഇൻവേഴ്സ് ഓഫ് √3 മൈനസ് സീക്ക് ഇൻവേഴ്സ് ഓഫ് -2 ഈസ് ഈക്വൽ ടു, അതിന്റെ വാല്യൂ കാണാനാണ് പറഞ്ഞത്. എന്താ നമുക്കിവിടെ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്? രണ്ട് ഫംഗ്ഷൻ തന്നിട്ടുണ്ട് അല്ലേ. ഒരു ഫംഗ്ഷൻ tan ഇൻവേഴ്സ് ഓഫ് √3 ആണ്. മറ്റൊരു ഫംഗ്ഷൻ തന്നിട്ടുള്ളത് y ഈക്വൽ ടു സീക്ക് ഇൻവേഴ്സ് ഓഫ് -2 ആണ് അല്ലേ. tan ഇൻവേഴ്സ് ഓഫ് √3 എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ സിമ്പിൾ ആയിട്ട് എങ്ങനെ കാണാം? √3 വരുന്നത് ടാൻ്റെ ഇതിലാണ്, π/3 വരുന്നത് അല്ലേ. അപ്പൊ ഹിയർ ഇതിന്റെ വാല്യൂ എന്താണ് വരിക? π/3 എന്നുള്ളതാണ്. നമുക്കറിയാം ടാനിന്റെ റേഞ്ച് എന്താ വരുന്നത്? ടാനിന്റെ റേഞ്ച് -π/2 മുതൽ π/2 വരെയാണ്. അപ്പോൾ ഈ π/2 -90 മുതൽ 90 വരെ ഓപ്പൺ ബ്രാക്കറ്റ്, അതിന്റെ ഉള്ളിലുള്ള ആൾ തന്നെയാണ് ആര്? 60 ഡിഗ്രി എന്നുള്ളത്. അപ്പോൾ ഇവിടുത്തെ പ്രിൻസിപ്പൽ വാല്യൂ എന്ത് തന്നെയാണ്? അത് കൺഫേം ആയി, y ഈക്വൽ ടു π/3 ആണ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ സീക്ക് ഇൻവേഴ്സ് -2 ആണ് അല്ലേ. സീക്ക് ഇൻവേഴ്സ് -xന്റെ നമ്മളെ റിലേഷൻ എന്താ നമുക്കറിയാം. സീക്ക് ഇൻവേഴ്സ് ഓഫ് -x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സീക്കാണ് വരുന്നത്, അവിടെ പൈ മൈനസ് സീക്ക് എക്സ് എന്നാണ് വരിക. അപ്പൊ നമുക്ക് ഇതിനെ അത് പ്രകാരം നമുക്ക് എങ്ങനെ എഴുതാം? y ഈക്വൽ ടു പൈ മൈനസ് സീക്ക് 2 എന്ന് എഴുതാം. ഓക്കെ, സീക്ക് 2 വരുന്ന ആംഗിൾ എത്ര വരുന്നത്? π/3 ആണ് അല്ലേ. അപ്പൊ y ഈക്വൽ ടു എന്ത് വരും? പൈ മൈനസ് π/3 എന്ന് വരും. പൈ മൈനസ് π/3 ഈക്വൽ ടു 3π മൈനസ് പൈ എന്ന് പറഞ്ഞാൽ 2π/3 ആണ് ഇതിന്റെ ആൻസർ വരിക. 2π/3. ഇനി നമ്മളോട് എന്താ പറഞ്ഞത്? ടോട്ടൽ വാല്യൂ കാണാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതായത് ടാൻ ഇൻവേഴ്സ് √3ന്റെ വാല്യൂ നമുക്കിവിടെ കിട്ടിയത് π/3 ആണ്. മൈനസ് സീക്ക് ഇൻവേഴ്സ് -2ന്റെ വാല്യൂ കിട്ടിയത് നമുക്ക് എന്താണ്? 2π/3 ആണ്. 2π/3 ആണ്. അപ്പോൾ പൈ മൈനസ് 2π/3 എന്ന് പറഞ്ഞാൽ അതിന്റെ ആൻസർ എന്താ വരിക? പൈന്ന് ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് പൈന്ന് 2π പോയി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? -π ഉണ്ടാവും, ഡിനോമിനേറ്ററിൽ 3 ഉണ്ടാവും. അപ്പൊ ആൻസർ എന്താ വരുന്നത്? -π/3. ഇവിടെ ആൻസർ ഏതാ വരുന്നത്? ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ വരുന്നത്. ക്ലിയർ ആണല്ലോ? വീഡിയോ പോസ് ചെയ്യുക, നോട്ട് ചെയ്തെടുക്കട്ടോ.